Okay. So, hello, good evening. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് ഐക്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയാണ്. നമ്മൾ എന്തായാലും ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സോഷ്യൽ വർക്കിന്റെ ഒരു ഓറിയന്റേഷൻ ആണ് തരാൻ പോകുന്നത്. അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് നെറ്റ് എക്സാമിന്റെ ഒരു ഓറിയന്റേഷൻ ആയിരിക്കും നമ്മൾ മോസ്റ്റ്ലി ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അതിനു മുന്നേ ഞാൻ ജസ്റ്റ് ഒഡിബിൾ ആണെങ്കിൽ നിങ്ങളൊരു ജസ്റ്റ് ഒരു തമ്പിട് എന്തെങ്കിലും ചെയ്യാവോ? എന്തെങ്കിലും മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കാവോ? ഒഡിബിൾ ആണോ ഞാൻ പറയുന്നത്? ജസ്റ്റ് ഓഡിബിൾ ആണെങ്കിൽ ഒരു തംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഒരു ചാറ്റ് ബോക്സിൽ ഇടുകയോ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അതേപോലെ സ്ലൈഡ്സ് വിസിബിൾ ആണോ എന്നുള്ളതും കൂടെ ഒന്ന് നോക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ നെറ്റ് സോഷ്യൽ വർക്കിനെ കുറിച്ചിട്ടായിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്കറിയാം നമ്മളിപ്പോൾ ഓൾറെഡി ഒരു എക്സാം കഴിഞ്ഞു. ഇനിയിപ്പോ നെക്സ്റ്റ് ഡിസംബറിലായിരിക്കും നമുക്ക് എക്സാം വരുന്നുണ്ടായിരിക്കും, കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം, അതല്ലെങ്കിൽ എന്താണ് ബേസിക്കലി ഈ ഒരു നെറ്റ് എക്സാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈസിലി അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പൊ നമുക്ക് എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന ഒരു സംഭവമാണ് ഈ നെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൽ ഒരു നെറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു എന്താ പറയാ ഒരു ബാലികേറാമലയാണ്, അല്ലെങ്കിൽ ഭയങ്കര എഫേർട്ട് ഉള്ള ഒരു ഒരു ഒരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അല്ല, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നെറ്റും JRF എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് അതായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ പ്ലാൻ ഉണ്ടാക്കേണ്ടത്, എന്താണ് ബേസിക്കലി അവർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സംഭവം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ശരി. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. സോ ബേസിക്കലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ UGC നെറ്റ് എന്താന്നുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. അത് ബേസിക്കലി ഇനി ആദ്യമായിട്ട്, അതായത് ചിലപ്പോൾ മുന്നേ നമ്മൾ എഴുതിയിട്ടുള്ളവരുണ്ടായിരിക്കാം, അതല്ല ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യുന്നത്, അതായത് PG ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ എത്തി ആദ്യമായിട്ട് ഒരു അറ്റംപ്റ്റ് കൊടുക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. സോ അവരേക്കും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു സ്ലൈഡ്സ് ആഡ് ചെയ്തിട്ടുള്ളത്. നോക്കിയാൽ നമുക്കറിയാം UGC നെറ്റ് എന്ന് പറയുന്നത് നാഷണൽ ലെവൽ ആയിട്ടുള്ള ഒരു എക്സാം ആണ്, NT ആണ് കണ്ടക്ട് ചെയ്യുന്നത് നമുക്കറിയാം. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനും അതേപോലെ തന്നെ JRF ജൂനിയർ റിസർച്ച് ഫെല്ലോ അല്ലെ. അപ്പൊ ഈ JRF വേണ്ടിയിട്ടായിരിക്കും ഇപ്പൊ PhD ഓൺലി ഈ ഒരു മൂന്ന് കാറ്റഗറിയിലേക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ മൂന്ന് കാറ്റഗറിക്കും വേണ്ടിയിട്ട് ഒറ്റ എക്സാം ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഡിഫറെന്റ് ആയിട്ടുള്ള കട്ട് ഓഫ്സ് വെച്ചിട്ടായിരിക്കും നമുക്ക് ഓരോ ക്രൈറ്റീരിയ കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലെ. ഏറ്റവും കുറവ് കട്ട് ഓഫ് വരുന്നുണ്ടായിരിക്കും PhD ഓൺലിക്ക്, പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന്, പിന്നെ ഏറ്റവും ടോപ്പ് കട്ട് ഓഫ് വരുന്നത് JRF-ന്. അങ്ങനെ മൂന്ന് കട്ട് ഓഫ് ആണ് വരുന്നത്. സോ നമുക്കറിയാം കാറ്റഗറി 1 എന്ന് പറയുന്നത് JRF പ്ലസ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ആണ്. JRF നിങ്ങൾ ക്വാളിഫൈ ആവുകയാണെങ്കിൽ അതിന്റെ താഴെയുള്ളതെല്ലാം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്വാളിഫൈഡ് ആണ്. കാറ്റഗറി 2 എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ആണ്, പ്ലസ് നമുക്ക് PhD കൂടെ കിട്ടുന്നുണ്ടായിരിക്കും. കാറ്റഗറി 3 എന്ന് പറയുന്നത് PhD അഡ്മിഷൻ ഓൺലി ആണ്. ഇത് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ പോലും ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അവരേക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തു കേട്ടോ. ഓക്കെ. മീൻവൈൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ടുകളോ അതല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രൊസീജിയർ ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുക. അതല്ല അവസാനം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എന്താന്ന് വെച്ചാൽ ആ കൺവീനിയൻസ് പോലെ ചെയ്യുക. പക്ഷെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൺസേൺസ് എന്താണെങ്കിലും അത് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ. സോ നമുക്കറിയാം എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ നടത്തുന്നുണ്ടായിരിക്കുക. രണ്ട് പേപ്പർ ആയിട്ടാണ് നമുക്ക് വരുന്നുണ്ടായിരിക്കുക അല്ലെ. പേപ്പർ 1 ഉണ്ടായിരിക്കും, പേപ്പർ 2 ഉണ്ടായിരിക്കും. മൊത്തം 3 hours ആണ്. രണ്ട് പേപ്പറിനും കൂടെ നമുക്ക് ഉണ്ടായിരിക്കുക 3 hours ആയിരിക്കും ഉണ്ടായിരിക്കുക. പ്യൂർലി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഇടക്കാലത്ത് ഒരു വട്ടം പേപ്പർ ബേസ് നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എക്സാം ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും എന്ത് തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു അവര്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം തന്നെ ആക്കിയിട്ടുണ്ട്. ഇപ്പോഴും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നോക്കിയേ, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് വരുന്നത് 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ജനറൽ ആപ്റ്റിറ്റ്യൂഡിന്റെ പാർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം ഒരുവിധപ്പെട്ട എല്ലാവർക്കും കോമൺ സിലബസ് ആണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡിന് ഉണ്ടായിരിക്കുക അല്ലെ. ഇപ്പൊ നിങ്ങൾ സോഷ്യൽ വർക്കിൽ നെറ്റ് എഴുതാണെങ്കിലും എക്കണോമിക്സിൽ നെറ്റ് എഴുതാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യോളജിയിൽ എഴുതാണ്, ആന്ത്രോപോളജിയിൽ എഴുതാണ്, അതല്ലെങ്കിൽ പറഞ്ഞ പോലെ ഹിസ്റ്ററിയിൽ എഴുതാണ്. അപ്പൊ നമ്മുടെ ജനറൽ പാർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാർട്ട് 1 എന്ന് പറയുന്നതിന്റെ സിലബസ് എല്ലാവർക്കും കോമൺ ആണ്. UGC അണ്ടറിൽ വരുന്ന പേപ്പേഴ്സിനെല്ലാം പേപ്പർ 1 കോമൺ ആണ്. പേപ്പർ 2 ആണ് നമ്മുടെ സബ്ജക്ട് പേപ്പർ വരുന്നത്. എന്താണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ സോഷ്യൽ വർക്കിലാണോ നമ്മൾ PG എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആന്ത്രോപോളജി ആണോ, അതല്ല സോഷ്യോളജി ആണോ, ഹിസ്റ്ററി ആണോ, എക്കണോമിക്സ് ആണോ, പൊളിറ്റിക്കൽ സയൻസ് ആണോ, ഇതിൽ ഏതാണോ നമ്മൾ PG എടുത്തിട്ടുള്ളത് അതിന്റെ ബേസിസിലായിരിക്കും നമ്മളുടെ പേപ്പർ 2 ഉണ്ടായിരിക്കുക, വിച്ച് കൺസിസ്റ്റ് ഓഫ് 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. പേപ്പർ 1 50 ചോദ്യം, പേപ്പർ 2 100 ചോദ്യം, മൊത്തം 150 ചോദ്യമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക.
കുറെ അവർ എത്ര നേരം കൊണ്ടായിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം? 3 മണിക്കൂർ കൊണ്ടായിരിക്കും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, നമുക്കറിയാം ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വെച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. സോ 150 ചോദ്യത്തിനും കൂടെ 300 മാർക്കിലായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. നെഗറ്റീവ് മാർക്കിംഗ് സോഫാർ ഇല്ല. അതാണ് നമുക്ക് ഏറ്റവും ഉള്ള അഡ്വാൻറ്റേജ് അല്ലെ. നമുക്ക് ധൈര്യമായിട്ട് കുത്താം. നമ്മൾ സാധാരണയൊക്കെ മുന്നൊക്കെ എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ PSC അല്ലെങ്കിൽ ഗവൺമെന്റ് എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വിഷയം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, തെറ്റിക്കഴിഞ്ഞാൽ മാർക്ക് കുറയുമല്ലോ എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് UGC നെറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ടെൻഷന്റെ ആവശ്യമില്ല. എന്താ, ധൈര്യമായിട്ട് കുത്തിക്കോ. അവർ നെഗറ്റീവ് മാർക്കിംഗ് ഇതുവരെ വെച്ചിട്ടില്ല. വെച്ചേക്കാം, ഭാവിയിൽ വെച്ചേക്കാം. അപ്പൊ അതിനൊക്കെ മുന്നേ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എഴുതിയെടുക്കും അതിന് മുന്നേ അല്ലെ. അപ്പൊ നമ്മൾ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നെഗറ്റീവ് മാർക്കിംഗ് വരാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. എല്ലാ അറ്റംപ്റ്റും നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. 150 ചോദ്യം ഉണ്ടെങ്കിൽ 150 ചോദ്യം നിങ്ങൾക്ക് ധൈര്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ശരി. ഇപ്പൊ നമ്മളുടെ അത് ഞാനൊരു ഇപ്പത്തെ നേരം പറഞ്ഞ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ്, എങ്ങനെയാണ് എക്സാം വരുന്നത്, എന്തൊക്കെയാണ് എക്സാമിന്റെ ഒരു പാർട്സ് വരുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞതാണ്. ഇനി നമ്മൾ നമ്മളുടെ പേപ്പറിലേക്ക് പോവാണ്. അതാണ് നമ്മുടെ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് അല്ലെ. പേപ്പർ 2 സോഷ്യൽ വർക്കിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ മോസ്റ്റ്ലി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ നമുക്കറിയാം മോസ്റ്റ്ലി നമ്മൾ എന്താണ് സോഷ്യൽ വർക്കിൽ PG ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ, അതല്ലെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്തവരായിരിക്കാം, അതിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും ഉണ്ടായിരിക്കും അല്ലെ. ബേസിക്കലി നമ്മൾ PGയിൽ പഠിച്ചതിനപ്പുറം ഒന്നും അവർ ബേസിക്കലി ചോദിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് ഈ ഒരു സിലബസ് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇതെല്ലാം നമ്മൾ എന്താണ് PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, MSW ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ MA സോഷ്യോളജി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്താണ് പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുള്ള ഭാഗങ്ങളായിരിക്കും. പക്ഷെ എന്താണ് കുറച്ച് മേ ബി കുറച്ചും കൂടി ഡെപ്തിൽ അവർ ചോദിക്കുന്നുണ്ടായിരിക്കും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അതല്ലാതെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ടോട്ടലി നമുക്ക് അറിയാത്ത ഒരു ഏരിയയിൽ നിന്ന് അവർ ഒരിക്കലും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. നമുക്ക് കേട്ടിട്ടുള്ളതോ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ വായിച്ചിട്ടുള്ളതോ ഒരു ഏരിയ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നോക്കിക്കേ, ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ വരുന്നത്? നേച്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. വളരെ ബേസിക് ആയിട്ട് നമ്മൾ PG ഒക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ പഠിക്കുന്ന ഒരു പേപ്പർ അല്ലെ, ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. നേച്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക്, എന്താണ് സോഷ്യൽ വർക്ക്, സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററി, അമേരിക്കയിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, യൂറോപ്പിൽ എങ്ങനെയായിരുന്നു ഹിസ്റ്ററി വരുന്നുണ്ടായിരുന്നത്, ഇന്ത്യയിൽ എങ്ങനെയാണ് ഇതിന്റെ ഹിസ്റ്ററി വരുന്നത്, ഏതൊക്കെയാണ് സോഷ്യൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിച്ചത് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കവർ ചെയ്ത് പോകുന്ന ഒരു പാർട്ടാണ് എന്ന് പറയുന്നത് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. യൂണിറ്റ് 1ന്റെ ഏറ്റവും വലിയ പ്രത്യേകത റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ആ ഒരു പാർട്ട് എന്ന് പറയുന്നത് വളരെ കൺസെപ്ച്വൽ ആണ് അല്ലെ. സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററി, നേച്ചർ, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ കൺസെപ്ച്വൽ ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ ആ ഭാഗത്ത് നിന്ന് ഒരുപാട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാനില്ല. കാരണം ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ഇപ്പോ ലണ്ടൻ ചാരിറ്റി ഓർഗനൈസേഷൻ സ്ഥാപിച്ചെന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയാണ് അത് സ്ഥാപിച്ചു, അതിന്റെ വർഷമുണ്ട്, അതിന്റെ ആരൊക്കെയാണ് അതിൽ പ്ലേ ചെയ്തിട്ടുള്ള മനുഷ്യർ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് അവിടെ ബേസിക്കലി വരുന്നത്. അത് മാറിക്കൊണ്ടിരിക്കുന്നില്ല, ഡൈനാമിസിറ്റി കുറവാണ് അവിടെ. വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, ഫാക്ച്വൽ ആണ്. അപ്പൊ അവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എപ്പോഴും എന്താണ്, കൂടുതലും എങ്ങനത്തെയാണ് വരുന്നത്? റിപ്പീറ്റഡ് നേച്ചറുള്ള ചോദ്യങ്ങളാണ് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു മൊഡ്യൂൾ നമ്മൾ എപ്പോഴും അഡ്രസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കുറച്ചും കൂടി നിങ്ങൾ PYQ ഓറിയന്റഡ് ആയിട്ട് അഡ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം നമ്മൾ ഹിസ്റ്ററി മുഴുവൻ അരച്ച് കളിച്ച് കുടിച്ചിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. എന്താണ്, വളരെ റിപ്പീറ്റഡ് നേച്ചറുള്ള അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ സിമിലർ ആണ്. ആ ഏരിയ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ആ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നതാണ് സൊസൈറ്റി, ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന പാർട്ട് അല്ലെ. സോ അതിൽ ബേസിക്കലി നമുക്ക് എന്താ വരുന്നുണ്ടായിരിക്കും? നമുക്കറിയാം, നമ്മൾ സൈക്കോളജി പേപ്പേഴ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് സൈക്കോളജി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ഓരോ യൂണിവേഴ്സിറ്റിയിലും ഈ പേപ്പറിന്റെ പേരിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ഒരു കണ്ടന്റ് പഠിച്ചിട്ട് സെയിം ആയിരിക്കും. ഇപ്പൊ നമ്മൾ എറിക്സനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും, സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാ സ്പെഷ്യലൈസേഷൻകാരും ഈ ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു സംഭവം. ഹെൽത്തുകാർ മാത്രമല്ല എല്ലാവരും പഠിച്ചിട്ടുള്ളതായിരിക്കും ഉണ്ടായിരിക്കും അല്ലെ. തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സ് വന്നിട്ടുണ്ടാകും. എറിക്സനെ കുറിച്ച് പഠിച്ചു, ഡെർക്കേമിനെ കുറിച്ചിട്ട് പഠിച്ചു, അല്ലെങ്കിൽ സൂയിസൈഡ് തിയറി, അങ്ങനെ കുറച്ച് തിയറീസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചു പോകുന്നുണ്ടായിരിക്കും. വളരെ ബേസിക് ആയിട്ട് സോഷ്യൽ വർക്കിന്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ സോഷ്യൽ വർക്കിന്റെ എക്സിസ്റ്റൻസിനെ ലീഡ് ചെയ്ത കുറച്ച് തിയറീസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് ബേസിക്കലി എന്ത് വരുന്നത്, യൂണിറ്റ് 2 വരുന്നത്. അപ്പൊ യൂണിറ്റ് 2ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് അതിൽ വരുന്നത്. ഏതൊക്കെ വരുന്നുണ്ടായിരിക്കും? എറിക്സന്റെ തിയറി, അതേപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി, ഡീഗോ സൂപ്രിഗോ. അപ്പൊ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ഉള്ളത് സ്റ്റാറ്റിക് ആണ്. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വിട്ടിട്ട് നമുക്ക് ഒരിക്കലും ഒരു ചോദ്യ പേപ്പർ പ്രതീക്ഷിക്കാനില്ല. എറിക്സനെ വിട്ടിട്ടോ അതല്ലെങ്കിൽ ഫ്രൂയിഡിനെ വിട്ടിട്ടോ ഒരു ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് വളരെ റയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പാർട്ടുകളാണ് അവിടെ കവർ ചെയ്ത് പോകുന്നുണ്ടായിരിക്കുക. അപ്പൊ അവിടെയൊക്കെ എന്താ നമുക്ക് വേണം? നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് ബ്രഷിംഗ് അപ്പ് ആണ്. അത് നമ്മൾ ഓൾറെഡി മുന്നേ എപ്പോഴൊക്കെ പഠിച്ചിട്ടുള്ള സംഭവമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുക്കുക എന്നുള്ള സംഭവമാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. കാരണം തിയറിയാണ്, അവരുടെ തിയറി എങ്ങനെയാണ്, അവിടെ നിന്നുള്ള പ്രാക്ടിക്കൽ ചോദ്യങ്ങളും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇപ്പൊ എറിക്സന്റെ തിയറി വെച്ചിട്ടുള്ള പ്രാക്ടിക്കൽ അപ്രോച്ച് കുറവായിരിക്കും. ബേസിക്കലി അവർ എന്താ ചോദിക്കുന്നത്, എറിക്സന്റെ ഒരു സ്റ്റേജ് വന്നിട്ട് ആ സ്റ്റേജിൽ എന്താണ് രണ്ട് എന്താ പറയാ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് എന്താണ്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, സോ യൂണിറ്റ് 3 എടാ മീൻവൈൽ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ എററോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുന്നേ. ഓക്കെ, ശരി.
ഓക്കെ, അപ്പൊ യൂണിറ്റ് 3 ബേസിക്കലി എന്താ വരുന്നത്? സോഷ്യൽ വർക്ക് വിത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് അത് വരുന്നത്. സോഷ്യൽ വർക്ക് വിത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. നമ്മൾ സോഷ്യൽ കേസ് വർക്കും സോഷ്യൽ ഗ്രൂപ്പ് വർക്കും ആണ് ആ ഒരു മൊഡ്യൂൾ കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. നമുക്ക് അറിയുന്നതല്ല, സോഷ്യൽ വർക്ക് വിത്ത് ഇൻഡിവിജ്വൽസ് ദാറ്റ് ഈസ് കേസ് വർക്ക് ആൻഡ് ഗ്രൂപ്പ്സ് ദാറ്റ് ഈസ് ഗ്രൂപ്പ് വർക്ക്. അപ്പൊ ഈ രണ്ട് പാർട്ടാണ് നമ്മൾ അവിടെ ബേസിക്കലി അഡ്രസ് ചെയ്യുന്നുണ്ടാവുക. എങ്ങനെയാണ് കേസ് വർക്കിന്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ് വരുന്നത്, കേസ് വർക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന തിയറികൾ എന്താ, കേസ് വർക്കിന്റെ സ്റ്റെപ്പ്. ഒരു വട്ടം എനിക്ക് ഓർമ്മയുണ്ട്, ബേസിക് ആയിട്ടുള്ള ചോദ്യം അവർ ചോദിച്ചത് ഈ നമ്മൾ സ്റ്റഡി അസസ്മെന്റ്, പിന്നെ അതേപോലെ തന്നെ സ്റ്റഡി അസസ്മെന്റ്, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പുകൾ വരുന്നുണ്ടായിരുന്നു. അത് നമ്മൾ അവരെ കുറിച്ച് ഇൻടേക്ക് നടത്തുന്നു, പിന്നെ നമ്മൾ സ്റ്റഡി നടത്തുന്നു. സ്റ്റഡീന്റെ ബേസ് കേസ് വർക്കിന്റെ ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ, എന്താണ് ചെയ്യേണ്ടത്, അവസാനം ടെർമിനേറ്റ് ചെയ്യുന്നു, റെഫറൻസ്, ഈ സ്റ്റെപ്പിന്റെ ഓർഡർ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അത്രയും ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന സംഭവങ്ങളാണ് അവർ ചോദിക്കുന്നത്. സോ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നെറ്റ് ആയതുകൊണ്ട് തന്നെ അത്രയും ഹൈ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ, എളുപ്പമുള്ള ചോദ്യങ്ങൾ ഒന്നും ചോദിക്കില്ല, അങ്ങനെ ഒന്നും നിങ്ങൾ കരുതണ്ട. വളരെ എളുപ്പമുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യണം. എല്ലാ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വൺ പോർഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരിക്കും. ഒരു ഭാഗം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഭാഗം, കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ എന്താണ്, നമുക്ക് എളുപ്പമുള്ള അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്ന ചോദ്യങ്ങളും അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് കേസ് വർക്കിലും ഗ്രൂപ്പ് വർക്കിലും. കേസ് വർക്കിൽ ആരൊക്കെയാണ് അതിന്റെ പ്രപ്പോസൽസ് വരുന്നത്, എന്തൊക്കെയാണ് അതിന്റെ പ്രോസസ്സ് വരുന്നത്. നമ്മൾ എപ്പോഴും ഈ ഒരു സംഭവം പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ട സംഭവമാണ് പ്രോസസ്സുകൾ എന്താണ്, എങ്ങനെയാണ് ആ സ്റ്റെപ്പുകൾ പോകുന്നത്, പ്രിൻസിപ്പിൾസ് എന്താണ്. അതായത് ഗ്രൂപ്പ് വർക്കിന്റെ ആണോ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ ആണോ എനിക്ക് ഓർമ്മയില്ല. ഒരു വട്ടം പ്രിൻസിപ്പിൾസ് തന്നിട്ട് അതിനെ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ എപ്പോഴും പ്രിൻസിപ്പിൾസ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ആക്സെപ്റ്റൻസ് ഉണ്ട്, ഇൻഡിവിജ്വലൈസേഷൻ. അപ്പൊ ഇത് കേസ് വർക്കിന് ഞാൻ പറഞ്ഞത്. അതേപോലെ ഗ്രൂപ്പ് വർക്കിനും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനും ഒക്കെ ഉണ്ട്. ഇതിന്റെ ഓർഡർ ആണ് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ബേസിക്കലി പ്രിൻസിപ്പിൾ പഠിച്ചു വെക്കും, പക്ഷെ എന്ത് പഠിച്ചിട്ടുണ്ടായിരിക്കില്ല, എങ്ങനെയാണ് അതിന്റെ കറക്റ്റ് ഓർഡർ എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ പ്രിൻസിപ്പിളിന് അങ്ങനെ ഒരു ഓർഡർ വേണം എന്ന് നമ്മൾ നെസസിറ്റി പറയുന്നില്ലോ, മെത്തേഡിനും സ്റ്റെപ്പിനും ഒക്കെയാണല്ലോ പറയും. പക്ഷെ ഒരു വട്ടം ചോദിച്ചത് ഇന്ന ഓർഡർ പ്രപ്പോസ് ചെയ്ത പ്രിൻസിപ്പിൾസ് എല്ലാവർക്കും അറിയുന്ന പ്രിൻസിപ്പിൾ ആണ്, പക്ഷെ അതിന്റെ കറക്റ്റ് ഓർഡർ എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, അങ്ങനത്തെ ഡയമെൻഷനിലൊക്കെ വേണമെങ്കിൽ എന്താണ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി അതിൽ വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് ആ ഒരു സ്റ്റെപ്പ് ആലോചിച്ചാൽ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആലോചിച്ചാൽ കിട്ടും. പക്ഷെ എന്താണ് കുറച്ച് നമ്മുടെ സമയമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇരുന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ കരുതിയിട്ട് മേ ബി UGC അങ്ങനത്തെ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യാം. ഓക്കെ, സോ നോക്കിക്കേ, യൂണിറ്റ് 4ലാണ് സോഷ്യൽ വർക്ക് വിത്ത് കമ്മ്യൂണിറ്റീസ്. അതെന്താ വരുന്നത്? കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനും സോഷ്യൽ ആക്ഷനും, അടുത്ത രണ്ട് മെത്തേഡുകൾ അല്ലെ? നിങ്ങൾ നോക്കിക്കേ, നമ്മൾ സോഷ്യൽ വർക്ക് MSW പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ MA സോഷ്യോളജി പഠിക്കുന്ന സമയത്ത് ഓരോ മെത്തേഡുകളും ഓരോ പേപ്പർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? കേസ് വർക്ക് ഒരു പേപ്പർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് വർക്ക് ഒരു പേപ്പർ ആയി പഠിച്ചിട്ടുണ്ടായിരിക്കും, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, സോഷ്യൽ ആക്ഷൻ, വെൽഫെയർ, റിസർച്ച്, ഇത്തരത്തിൽ 6 മെത്തേഡ് നമ്മൾ ഓരോ പേപ്പർ ആയിട്ട് പഠിച്ചു പോയിട്ടുള്ളതാണ്. ആ 6 പേപ്പേഴ്സും അല്ലെങ്കിൽ ആ 6 മെത്തേഡിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ മൂന്നാമത്തെ മൊഡ്യൂൾ, നാലാമത്തെ മൊഡ്യൂൾ, അഞ്ചാമത്തെ മൊഡ്യൂൾ, ആറാമത്തെ മൊഡ്യൂൾ. കണ്ടോ, ആ 4 മൊഡ്യൂൾ എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് മാത്രമാണ് വരുന്നത് അല്ലെ? നാലെന്താ, ആദ്യം ഗ്രൂപ്പ് വർക്കും കേസ് വർക്കും വന്നു, പിന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ സോഷ്യൽ ആക്ഷനും വന്നു, പിന്നെ റിസർച്ച് വന്നു, പിന്നെ അഡ്മിനിസ്ട്രേഷൻ വന്നു. സി, നമ്മള് അഞ്ചാമത്തെ മൊഡ്യൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അല്ലെങ്കിൽ റിസർച്ച് എന്ന് പറയുന്ന മൊഡ്യൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഭാഗമാണ്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്തിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? UGC നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട്. ബേസിക്കലി നമ്മൾ എന്തിനാ JRF ഒക്കെ അച്ചീവ് ചെയ്യുന്നത്? നമുക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? PhDക്ക് പോകാന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ JRFന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതല്ല, നിങ്ങൾ PG നെറ്റ് എടുത്തിട്ട് പഠിപ്പിക്കാൻ പോവാണെങ്കിൽ അവിടെ റിസർച്ചിന്റെ ആവശ്യം നമുക്ക് വരും, നമുക്ക് പിള്ളേരെ ഗൈഡ് ചെയ്യണം. റിസർച്ചിനെ കുറിച്ചിട്ടുള്ള നോളജ് എന്ന് പറയുന്നത് വളരെ എന്താ പറയാ ഇന്നവിറ്റബിൾ ആണ് ഇവിടെ, നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റില്ല. അപ്പൊ ബേസിക്കലി നമ്മൾ എന്താണ്, ഈ റിസർച്ചിന്റെ പാർട്ടിൽ നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ നമ്മൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, തലേ ദിവസം അതൊന്നും പഠിച്ചിട്ടില്ല, തലേ ദിവസം പഠിച്ചിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇന്നിപ്പോ പഠിക്കുകയാണെങ്കിൽ ഏത് പാർട്ട് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണു പൂട്ടി നമ്മൾ പറയണത് എന്ത്? റിസർച്ചിന്റെ പാർട്ട് പഠിക്കണം. കാരണം എന്താ, ഫസ്റ്റ് പേപ്പറിലും നിങ്ങൾക്ക് റിസർച്ച് വരുന്നുണ്ട്, സെക്കൻഡ് പേപ്പറിലും റിസർച്ച് വരുന്നുണ്ട്. ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് വരുന്നതാണ്. ഫസ്റ്റ് പേപ്പറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പാർട്ടിലും കാണാം റിസർച്ച് എന്നുള്ള സിലബസിൽ റിസർച്ച് ഉണ്ട്, സെക്കൻഡ് പാർട്ടിലും നിങ്ങൾക്ക് റിസർച്ച് ഉണ്ട്. റിസർച്ച് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ആ ഒരു മൊഡ്യൂളിൽ എത്രത്തോളം നിങ്ങൾക്ക് വൃത്തിക്ക് പഠിക്കാൻ പറ്റുമോ അത്രയും വൃത്തിക്ക് പഠിക്കുക. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താ, മാക്സിമം ക്വസ്റ്റ്യൻസ് ആ ഒരു മൊഡ്യൂളിനായിരിക്കും വരുന്നുണ്ടായിരിക്കും. കാരണം ഞാൻ രണ്ട് പേപ്പറിലും കമ്പൈൻ ചെയ്തിട്ടാണ് പറയുന്നത്. 150 ചോദ്യത്തിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മൊഡ്യൂൾ ഉണ്ടെങ്കിൽ അത് റിസർച്ചിന്റെ മൊഡ്യൂൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ശരി. അത് കഴിഞ്ഞ് നോക്കിക്കേ, അഡ്മിനിസ്ട്രേഷൻ, വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റ് പോളിസീസ് ആണ്. നമ്മൾ കേസ് വർക്കിന്റെ അല്ലെങ്കിൽ മെത്തേഡ് പറഞ്ഞിട്ടുള്ള അതേ പ്രൊസീജിയർ തന്നെ പഠിച്ചുകൊണ്ടതാണ്. ആരൊക്കെയാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, അവർ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അതിന് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന തിയറീസ് എങ്ങനെയാണ്, ഇതിന്റെ പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് വരുന്നത്, അതിന്റെ മെത്തേഡ്സ് ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ് അതിന്റെ സ്റ്റെപ്പുകൾ വരുന്നത്, തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ഈ നമ്മൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണും.
സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സിനെ കുറിച്ച് അവർ ചോദിക്കുന്ന കുറച്ച് ഡെഫിനിറ്റ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒന്നെങ്കിൽ ചോദിക്കുന്നുണ്ടായിരിക്കും ഏതെങ്കിലും തിയറി തന്നിട്ട് ഇത് ആരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള തിയറിയാണ്, അല്ലെങ്കിൽ ഒരാൾ തന്നിട്ട് അയാൾ എങ്ങനെയാണ് സോഷ്യൽ കേസ് വർക്കിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചത്. ഒന്നെങ്കിൽ അതിന്റെ പ്രൊപ്പോസേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അതല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ മെത്തേഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് ഇത് ആക്ച്വലി കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും ഈ സ്റ്റെപ്പ്. ഇനി അതും അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും സ്കോപ്പിനെ കുറിച്ച് ചോദിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ ക്രിറ്റിസിസം ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട് ആക്ച്വലി ഈ സോഷ്യൽ കേസ് വർക്കിന് അല്ലെങ്കിൽ സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ. ഈ ഇതിൽ ഏതെങ്കിലും ഒരു ഡയമെൻഷനിലായിരിക്കും അവർ ചോദ്യം ഫ്രെയിം ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ നെസസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് പറയുന്നത് PYQ അനാലിസിസ് ആണ്. നമ്മൾ എന്ത് ചെയ്യാം, മുന്നത്തെ വർഷത്തെ പേപ്പേഴ്സ് എടുത്ത് നോക്കുക. ചിലപ്പോൾ ഇപ്രാവശ്യം കേസ് വർക്കിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ വർഷം ചോദിക്കുന്നുണ്ടാവും ഗ്രൂപ്പ് വർക്കിന്റെ പ്രിൻസിപ്പിൾ ആയിരിക്കും, പിന്നെ ചോദിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ പ്രിൻസിപ്പിൾ ആയിരിക്കും. പക്ഷെ അവർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നുണ്ട് പ്രിൻസിപ്പിൾസ് എന്നൊരു ചോദ്യം ചോദിക്കണം. സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സിന്റെ ഏതെങ്കിലും ഒരു മെത്തേഡിന്റെ പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കണം. മനസ്സിലായോ? ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾ ചിന്തിക്കുക, ഓരോ പ്രാവശ്യവും ഭയങ്കരമായിട്ടുള്ള പാറ്റേൺ ഷിഫ്റ്റ് വരുന്ന ഒരു എക്സാം അല്ല എന്തെന്ന് പറയുന്നത് UGC നെറ്റ് എന്ന് പറയുന്നത്. അതായത് മുന്നത്തെ വർഷത്തുനിന്ന് ഒരു ബന്ധമില്ലാത്ത കുറെ ചോദ്യങ്ങൾ എടുത്ത് ചോദിക്കുന്നു. അങ്ങനെ ഒരു മാസീവ് പാരഡൈം ഷിഫ്റ്റ് ഒന്നും നമുക്ക് ഇവിടെ കാണാനുണ്ടായിരിക്കില്ല. കുറെ ചോദ്യങ്ങളൊക്കെ എന്താണ് അതേ മുന്നത്തെ വർഷത്തെ പേപ്പറിനോട് കുറെയൊക്കെ സിമിലാരിറ്റി എന്നുള്ളത് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യനിങ് അവർ ഒരേപോലെ ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം. നമുക്കൊരു ഫ്രഷ് ഫീൽ ഒന്നും കിട്ടുന്നുണ്ടായിരിക്കാം. ഇപ്പൊ നിങ്ങൾ ഇപ്രാവശ്യം ഇപ്പൊ PSC ഒക്കെ റീസെന്റ് എന്താണ് പാറ്റേൺ മാറ്റി തുടങ്ങി എന്ന് പറയുന്നത് കേൾക്കാം അല്ലെ. PSC എഴുതുന്നവരുണ്ടെങ്കിൽ അറിയാം അവരെന്താണ് മുന്നേ ചോദിച്ചുകൊണ്ടിരുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാറ്റിയിട്ട് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ PSC ചോദിച്ചു തുടങ്ങി. അതേപോലെ ഇപ്രാവശ്യം UPSC പാറ്റേൺ മാറ്റി. UPSC എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾ മീഡിയ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ UPSC പാറ്റേൺ മാറ്റി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ എങ്ങനെയാണ് പാറ്റേൺ മാറുന്നത് വളരെ കുറവാണ്. ഇപ്പൊ മാറിയാൽ തന്നെ ഒരു 3-4 ചോദ്യത്തിന്റെ പാറ്റേൺ മാറി എന്നുള്ളതിനപ്പുറം ഒരു മാസീവ് ചേഞ്ച് അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ട്രെൻഡ് അനാലിസിസ് അല്ലെങ്കിൽ നിങ്ങൾ മുന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കുന്നത് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, സോഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ പോളിസി പ്ലാനിങ്, സോഷ്യൽ ഡെവലപ്മെന്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് ചോദ്യങ്ങൾ വരുന്നതാണ്. പക്ഷെ ഈ പറയുന്ന പോലെ വളരെ ഡെപ്തിലുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു പാർട്ടാണ് അത് എന്ന് പറയുന്നത്. ഞാൻ ഓരോ മൊഡ്യൂളിൽ നിന്ന് എത്രത്തോളം ചോദ്യം വന്നിട്ടുണ്ട് എന്നുള്ള ഒരു അനാലിസിസ് പാർട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എത്രത്തോളം വെയിറ്റേജ് നമ്മൾ ഓരോന്നിനും കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, അതേപോലെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റിസർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു മൊഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ ജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് പേപ്പേഴ്സിൽ നമ്മൾ കുറെ മുന്നത്തേക്കൊന്നും പോകണ്ട, നിങ്ങളൊരു ലാസ്റ്റ് നടന്നിട്ടുള്ള ഒരു 3-4-5 സൈക്കിളിലെ പേപ്പേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് 51A വരെയുള്ള, അതായത് 1 മുതൽ 51A വരെയുള്ള ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് എത്ര വൃത്തിക്ക് പഠിക്കാൻ വേണ്ടി പറ്റുമോ അത്രയും വൃത്തിക്ക് പഠിച്ചോ. കാരണം ഇതൊക്കെ ബേസിക്കലി വരുന്ന അവിടെ യൂണിയൻ ടെറിട്ടറി വരുന്നുണ്ട്, സിറ്റിസൺഷിപ്പ് വരുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നുണ്ട്, DPSP വരുന്നുണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നുണ്ട്. ഈ 5 പാർട്ടാണ് അവിടെ ബേസിക്കലി വരുന്നുള്ളൂ. ഈ 5 പാർട്ടിനെയും ബേസ് ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് എനിക്ക് ഇപ്പോഴത്തെ കഴിഞ്ഞല്ല, പക്ഷെ മുന്നത്തെ കഴിഞ്ഞ ഡിസംബർ സൈക്കിളിൽ വന്ന ചോദ്യത്തിൽ 10 ചോദ്യത്തോളം എന്തെന്ന് മാത്രം വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്ത് മാത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 150 ചോദ്യത്തിൽ 10 ചോദ്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വരുന്നത് ഒരു 20 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടി. JRFന്റെ ഒക്കെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 200-210 മാർക്ക് എന്ന് പറയുമ്പോൾ 10% ഓഫ് സ്കോർ ഈ ഒരു ഒറ്റ പാർട്ട് അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നിന്ന് മാത്രം കിട്ടുകയാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ആ ഒരു പാർട്ട് മസ്റ്റ് ആയിട്ട് പഠിക്കണം, സ്കിപ്പ് ആക്കരുത്. കാരണം റിസർച്ചിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ നോക്കേണ്ട അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന്റെ ബേസിക്കലി ആർട്ടിക്കിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചോദ്യമല്ല അവർ ചോദിക്കുന്നത്. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും കിട്ടുന്ന ഉറപ്പുള്ള ചോദ്യമായിരിക്കും അവർ ചോദിക്കുന്നുണ്ടായിരിക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന ആർട്ടിക്കിൾ എന്താണ് പറയുന്നത്, അത്ര ഡയറക്റ്റ് ആണ്. അല്ലെങ്കിൽ മാച്ച് ഫോളോയിങ് ആയിരിക്കും, കുറച്ച് ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇപ്പോഴത്തെ ആർട്ടിക്കിൾസ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ടാവും, മാച്ച് ചെയ്യാനായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആർട്ടിക്കിളിന്റെ എക്സ്പ്ലനേഷൻ തന്നിട്ട് അത് ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഏത് പാർട്ടാണെന്ന് ചോദിക്കായിരിക്കും മേബി. ഇത്തരം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ നിന്ന് വരുന്നുണ്ടായിരിക്കുക. സോ നമ്മൾ എന്താണ് ഒരിക്കലും സ്കിപ്പ് ആക്കാൻ പാടില്ലാത്ത ഒരു പാർട്ടാണ് ഇതെന്ന് പറയുന്നത്, യൂണിറ്റ് 8 എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ ആ മൊത്തം പാർട്ട് നോക്കിയില്ലെങ്കിൽ പോലും നോക്കണം ബേസിക്കലി, എന്നാൽ പോലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ എന്താണ് മസ്റ്റ് ആയിട്ട് നോക്കിയിരുന്നായിരിക്കാം. ഓക്കെ, യൂണിറ്റ് 9-ഉം 10-ഉം കമ്പാരിറ്റീവ്ലി ഒരുപാട് തിയററ്റിക്കൽ ഓറിയന്റേഷൻസ് ഒന്നും വരുന്ന അവിടെ നിന്ന് തിയറി ബേസ്ഡ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ള ഏരിയാസ് ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ആണ്. കുറച്ചും കൂടെ അപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങൾ വന്നാലുണ്ട്. ചിലപ്പോൾ മേ ബി നമ്മുടെ എന്തെങ്കിലും റോളിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും എത്തിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു പാർട്ടാണ്. ഒരുപാട് ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട, പക്ഷെ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ശരി, ഇത്രയാണ് ബേസിക്കലി നമ്മളെ 10 യൂണിറ്റ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ എന്തൊക്കെയാണ് കീ ഫോക്കസ് ഒക്കെ പറഞ്ഞു പോകും. പക്ഷെ ഈ 10 യൂണിറ്റ് പറഞ്ഞതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഇത്ര സോഫാർ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
നിങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ എങ്ങനെയാണെങ്കിലും ചോദിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. കാരണം ഈ സെഷൻ നടക്കുന്നത് ബേസിക്കലി നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പ്രൈം ഇതെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ആണെങ്കിലും അത് ചോദിക്കാം, സോ ദാറ്റ് വി ക്യാൻ ക്ലിയർ ആൻഡ് മൂവ് ഫോർവേഡ്. ഓക്കെ, സോ ഇതുവരെ ഞാൻ പറയുന്നതൊക്കെ ഒക്കെ ആണല്ലോ, അതിലൊന്നും കുഴപ്പമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് തംസ് ഇടുക അല്ലെങ്കിൽ ചാറ്റിൽ ഇടുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ശരി, സെറ്റ് അല്ലടാ, കുഴപ്പമില്ലല്ലോ. ഓക്കെ ഓക്കെ, താങ്ക് യു ക്രിസ്റ്റി, താങ്ക് യു ക്രിസ്റ്റി. ഓക്കെ, ശരി. അപ്പൊ അടുത്ത് നോക്കി, കീ ഏരിയാസ് ടു ഫോക്കസ്. നമ്മളിപ്പോ പറഞ്ഞു തന്നെയാണ് എന്താണ് റിസർച്ച് മെത്തഡോളജി. ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, താങ്ക് യു ഭാഗ്യലക്ഷ്മി. ഒരിക്കലും സ്കിപ്പ് ആകരുത്. കാരണം എന്താ പറയുക, നമ്മൾ പറഞ്ഞാണ് അല്ലെ, രണ്ട് പാർട്ടിലും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് പേപ്പറിന് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. നിങ്ങൾ ഈ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് പേപ്പറിലെ റിസർച്ച് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നോക്കിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. സെക്കൻഡ് പേപ്പറിലെ റിസർച്ച് നിങ്ങൾക്ക് വൃത്തിക്ക് അറിയോ. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയണം, ഫസ്റ്റ് പേപ്പറിൽ ചോദിക്കാൻ പോകുന്ന റിസർച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടിയിരിക്കും. സെക്കൻഡ് പേപ്പറിൽ റിസർച്ച് നിങ്ങൾ വൃത്തിക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ടൈം കൊടുക്കേണ്ട, അത്രയും ഓവർലാപ്പിംഗ് വരുന്ന ഏരിയ ആണ്. ഓക്കെ, റിസർച്ച് മെത്തഡോളജി ഒരിക്കലും സ്കിപ്പ് ആക്കരുത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര വെയിറ്റേജ്, ഇപ്പൊ റീസെന്റ് വന്നു തുടങ്ങിയതാണ് വെയിറ്റേജ്. നമ്മൾ ഒരുപാട് ബാക്കിലേക്ക് പോകുമ്പോൾ ചോദ്യങ്ങൾ വന്നായിരുന്നു, പക്ഷെ ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ഭയങ്കര ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾസിൽ നമ്മൾ പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കും, അല്ലെങ്കിൽ സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സിൽ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ മൂന്ന് മെത്തേഡ്സിനാണ്. കാരണം വെൽഫെയർ അഡ്മിനിസ്ട്രേഷനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ലോജിക്കലി ആലോചിച്ചാൽ പോലും ചിലപ്പോൾ കിട്ടും. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ നമ്മൾ ഒരിക്കലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ നെറ്റ് ക്രാക്ക് ചെയ്യുന്നവരോ JRF ക്രാക്ക് ചെയ്യുന്നവരോ ആ സിലബസ് മൊത്തം അരച്ച് കലക്കി കുടിച്ചിട്ടല്ല അവിടെ പോയിട്ട് നമ്മൾ അത് ക്രാക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ബേസിക്കലി എന്താ, നമ്മളുടെ ഒരു ലോജിക് അപ്പൊ എത്രത്തോളം വർക്ക് ആവുന്നത് എന്നുള്ള ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഇതിന്റെ ഒക്കെ ബേസ് നമുക്കറിയാം. കാരണം സോഷ്യൽ വർക്ക് എന്നുള്ള സബ്ജക്ട് നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ നമുക്ക് എന്തൊക്കെയോ അറിയുന്ന ഒരു സാധനമാണ്. ആ ലോജിക്ക് നമ്മൾ എത്ര വൃത്തിക്ക് അപ്ലൈ ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. കാരണം ഈ തിയറി പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളവരൊക്കെ സോഷ്യൽ വർക്കേഴ്സ് ആണ്. അതെല്ലാം അവരുടെ ഒരു ആലോചന വെച്ചിട്ട്, അല്ലെങ്കിൽ അവരത് എന്തൊക്കെയോ ആലോചിച്ചിട്ടുണ്ടാക്കിയ തിയറികളാണ്. ഈ തിയറീസിലൊക്കെ അവർ എന്തൊക്കെ ചേർക്കാൻ ചാൻസ് ഉണ്ട്, എന്തൊക്കെ ചേർക്കാൻ ചാൻസ് ഇല്ല, അത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. പാർഷ്യാലിറ്റി അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം സോഷ്യൽ വർക്കിന്റെ ഏതെങ്കിലും മെത്തേഡ്സിലോ പ്രിൻസിപ്പിൾസിലോ വരാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, ഭയങ്കര കുറവാണ്. പക്ഷെ എന്താണ്, നിങ്ങൾക്ക് ഓപ്ഷനിൽ അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യത ഇല്ലാത്ത ഒരു സാധനത്തിന് എളുപ്പം നോട്ട് ചെയ്തിട്ട് വെട്ടിക്കളയാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഞാനൊരു ചോദ്യം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെ കണക്ട് ആവാം, എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള സംഭവം. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാം പഠിച്ചിട്ട് ഉത്തരത്തിൽ എത്തുക എന്നുള്ളതിനപ്പുറം നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമ്മുടെ ലോജിക്കിനെ ഡെവലപ്പ് ചെയ്തിട്ട് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. അത് ഭയങ്കര ഒരു സ്കില്ലാണ്. ആ സ്കില്ലും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഒപ്പം ഡെവലപ്പ് ചെയ്യണം. നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ മീൻവൈൽ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ചോദ്യം എത്രത്തോളം നിങ്ങൾക്ക് PYQ കിട്ടുമെങ്കിൽ PYQs അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ അതല്ല, നിങ്ങൾ PYQ മുഴുവൻ നോക്കി മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതും മാക്സിമം ചെയ്യുക. കുറച്ചും കൂടെ സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് AI പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അവരോട് ചോദിച്ചു, ഏതെങ്കിലും AI ചോദിച്ചാൽ പോലും AI എന്ത് ചെയ്യും, UGCയുടെ ലെവലിൽ അത്രയും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് തരും, പ്രൊഡ്യൂസ് ചെയ്ത് തരാൻ കേപ്പബിൾ ആണ്. അപ്പൊ നമുക്ക് എന്താ, നമുക്ക് അത് മോക്ക് പോലെയൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ മോക്ക് എടുക്കുന്നത് ബേസിക്കലി ആ ചോദ്യം കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ല. ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ ഇത് തെറ്റി അപ്പൊ അതിരുന്ന് കാണാപ്പാടം പഠിക്കുക, അങ്ങനെയല്ല. നമ്മൾ മോക്ക് അറ്റൻഡ് ചെയ്യണത് ആ ചോദ്യം എങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, ആ ചോദ്യത്തിൽ പറയുന്ന സാധനം നമ്മളുടെ ബ്രെയിൻ റീഡ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടാണോ, ഈ ഒരു സാധനം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുക ആദ്യമൊക്കെ ഇങ്ങനെ വെറുതെ ചോദ്യം ചെയ്താൽ ഡെവലപ്പ് ആവും. പക്ഷെ ട്രസ്റ്റ് മീ, നിങ്ങളൊരു കുറച്ചു കാലം കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചോദ്യത്തിനോടുള്ള അപ്രോച്ച് തന്നെ മാറിക്കിട്ടും. ഗ്രാജുവലി ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതും കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പഠിക്കുക എന്നുള്ളതിനപ്പുറം ക്വസ്റ്റ്യൻസും കൂടെ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ടൈമിൽ ചെയ്ത് വരാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ ഇതാ നോക്കിക്കേ, ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ഒരു പാർട്ടിന്ന് ബേസിക്കലി, അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹ്യൂമൻ റൈറ്റ്സും സോഷ്യൽ വർക്ക് റിസർച്ചും, ഈ രണ്ട് പാർട്ടൊന്നും കൂടെ കഴിഞ്ഞ പ്രാവശ്യം 36% ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് കുറെയൊക്കെ ഓവർലാപ്പിംഗ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഒരു മൊഡ്യൂളിന് സ്പെസിഫിക്കലി ചോദിക്കുക എന്നുള്ളതിനപ്പുറം ചില ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, രണ്ട് മൊഡ്യൂളിനൊക്കെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇതൊന്നും കുറച്ച് അതൊന്നും കുറച്ച് എന്നുള്ള രീതിയിൽ രണ്ടിന്റെയും കൂടെ മിക്സ് ഒക്കെ ആയിരിക്കും ചില മൊഡ്യൂളിൽ. അപ്പൊ നമ്മളങ്ങനെ സ്പെസിഫിക്കലി പറയല്ല, പക്ഷെ ഒരു അപ്രോക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 36% ക്വസ്റ്റ്യൻ ഈ രണ്ട് മൊഡ്യൂളിന് മാത്രം വന്നത്. മനസ്സിലായി? 36%. ഇപ്പൊ നിങ്ങൾ 150 ചോദ്യത്തിൽ 36% ഇതിന്നാണ് വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 36% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? ഒരു 50 ക്വസ്റ്റ്യൻസ് എന്തായാലും വരുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇല്ലേ, 50 ക്വസ്റ്റ്യൻസ് എന്തായാലും വരുന്നുണ്ട്. ഈ 50 എബവ് വരുന്നുണ്ട്. അപ്പൊ 50 ക്വസ്റ്റ്യൻസ് ശരിയായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട്? 100 മാർക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ ആണോ പറയുന്നത്? അപ്പൊ അതായത് ആ രണ്ട് മൊഡ്യൂളിൽ നമ്മൾ അത്രയും ഫോക്കസ് കൊടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ?
ആ 2 മൊഡ്യൂൾ മാത്രം പഠിച്ച ഒരാൾക്ക് 100 മാർക്ക് അവിടെ തന്നെ സെക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഞാൻ 2025 ഡിസംബർ, അതായത് ഇപ്രാവശ്യം കഴിഞ്ഞ എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത്ര അവൈലബിൾ ആയിട്ടില്ല. അതുകൊണ്ടാണ് അതിന്റെ ഒരു അനാലിസിസ് നടത്താൻ പറ്റാഞ്ഞത്. പക്ഷെ തൊട്ട് മുന്നത്തെ എക്സാമാണ് നമ്മൾ പിന്നെ എടുത്തത്. അപ്പൊ അതിലാണ് പറയുന്നത് 36% ചോദ്യം വന്നത് ആ 2 മൊഡ്യൂളിൽ നിന്ന് മാത്രമാണ്. ഓക്കെ, ലീഗൽ ഫ്രെയിംവർക്ക്, കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ്, റിസർച്ച് മെത്തഡോളജി, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും പഠിക്കുമ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടേബിൾ വെച്ചിട്ട് എപ്പോഴും പഠിക്കണേ. ക്വാണ്ടിറ്റേറ്റീവില് യൂസ് ചെയ്യണത് ഏതാണ്, ക്വാളിറ്റേറ്റീവില് യൂസ് ചെയ്യണത് ഏതാണ്. ക്വാണ്ടിറ്റേറ്റീവിലെ ഡാറ്റ കളക്ഷൻ മെത്തേഡ് ഏതാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ക്വാണ്ടിറ്റേറ്റീവില് ഒരു സംഭവം തന്നു, എത്തനോ മെത്തഡോളജി എന്നൊരു സംഭവം തന്നു. എത്തനോ മെത്തഡോളജി ഉപയോഗിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവിലാണ് ക്വാളിറ്റേറ്റീവിലാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരിക്കും. അത് എത്ര സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവണം ക്വാണ്ടിറ്റേറ്റീവിന്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത്, ക്വാളിറ്റേറ്റീവിന്റെ അണ്ടറിൽ. നിങ്ങൾ അത് ടേബിൾ വെച്ചിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഹെഡ് വെച്ചിട്ടോ, ടേബിൾ വെച്ച് പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനും കുറച്ചും കൂടി സുഖമായിരിക്കും. സോ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ക്വാണ്ടിറ്റേറ്റീവിനെയും ക്വാളിറ്റേറ്റീവിനെയും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. കുറച്ച് ലിസ്റ്റ് വന്നിട്ട് പറയും ഇതിൽ ഏതാണ് ക്വാളിറ്റേറ്റീവില് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതാണെന്ന് ചോദിക്കും. ചിലപ്പോൾ കേസ് സ്റ്റഡി തന്നിട്ടുണ്ടാവും, സർവേ മെത്തേഡ് തന്നിട്ടുണ്ടായിരിക്കും, ഇൻഡെപ്ത് ഇന്റർവ്യൂ തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ കുറച്ച് ലിസ്റ്റ് വന്നിട്ടുണ്ടാവും. അത് നമ്മൾ പിക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താണ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വെയിക്കണം. സെപ്പറേറ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അതിനെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, പിന്നെ പറഞ്ഞാണ് നമ്മുടെ സോഷ്യൽ ഡെവലപ്മെന്റ്, പോളിസി ഡെവലപ്മെന്റും അതേപോലെ തന്നെ സൊസൈറ്റി ബിഹേവിയർ, സോഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. സെക്കൻഡ് ആയിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മൊഡ്യൂൾസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 40% ഓഫ് ക്വസ്റ്റ്യൻ ഈ 4 യൂണിറ്റിൽ നിന്നും കൂടെ വന്നിട്ടുണ്ട്. യൂണിറ്റ് 7, 2, 6, 3 ഈ 4 യൂണിറ്റിൽ നിന്നും കൂടെയാണ് പിന്നെ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ഇത് ലാസ്റ്റ് വരുന്ന 2 യൂണിറ്റ് അല്ലെ. കുറവ് ക്വസ്റ്റ്യൻസ് ആണ് കമ്പാരിറ്റീവ്ലി വരില്ല. പിന്നെ അതിന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരുപാട് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല അതുണ്ടായിരിക്കുക. നമ്മുടെ ഒരു പൊതുധാരണ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. യൂണിറ്റ് 1 ഞാൻ അതിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം യൂണിറ്റ് 1 റിപ്പീറ്റേറ്റീവ് മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഫാക്ച്വൽ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് ആലോചിക്കേണ്ട, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഉത്തരം എഴുതാം, പഠിച്ചിട്ടില്ലേ ഉത്തരം എഴുതാൻ പറ്റില്ല. അത്രേ ഉള്ളൂ യൂണിറ്റ് 1ന്റെ കാര്യം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല, മാക്സിമം 1-2 ക്വസ്റ്റ്യൻ ഒക്കെയാണ് യൂണിറ്റ് 1 എന്ന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് അത്ര കൊടുത്താൽ മതി. കാരണം നിങ്ങൾ PYQ വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അത് ജസ്റ്റ് ഒട്ടും പഠിക്കാതെ പോകുന്നതല്ല, ബേസിക് ആയിട്ട് കുറച്ച് സാധനങ്ങൾ പഠിച്ചു വെക്കുക. ഇന്ത്യയിൽ എങ്ങനെയാണ് സോഷ്യൽ വർക്ക് ഡെവലപ്പ് ചെയ്തത്, UK എങ്ങനെയാണ്, അതേപോലെ തന്നെ അമേരിക്കയിൽ എങ്ങനെയാണെന്നുള്ള കോണ്ടെക്സ്റ്റ് പഠിച്ചാൽ മതി. അത്രയാണ് ബേസിക്കലി അതിൽ വരുന്നുള്ളൂ. ഓക്കെ, ശരി. സോ ഇത്രയും ക്ലിയർ ആണോ പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കണേ. നിങ്ങൾ കൂടെ നോക്കി വരണേ എന്റെ കൂടെ. നോക്കിക്കോ, നമ്മളെ 25 ഡിസംബറിൽ നടന്നിട്ടുള്ള അതിന്റെ ഒരു അനാലിസിസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് 21% വന്നിട്ടുണ്ടായിരുന്നു. റിസർച്ച് ഇത് സോഷ്യൽ വർക്കിന്റെ മാത്രമാണ്. ഞാൻ ഫസ്റ്റ് പാർട്ടിലെ റിസർച്ചിനെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് പാർട്ടിലെ റിസർച്ചും കൂടെ ചേർത്തിട്ടാണ് ഞാൻ നേരത്തെ 36% പറഞ്ഞത്. അപ്പൊ നിങ്ങളിപ്പോ ചിന്തിക്കരുത് എന്താ ഇവിടെ 15, നേരത്തെ 36 പറഞ്ഞത്. അപ്പൊ അതൊന്നും ചിന്തിക്കേണ്ട, രണ്ടുപേരും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ശരി. ഈ റിസർച്ച് മാത്രം സെക്കൻഡ് പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 15% വന്നിട്ടുണ്ടായിരുന്നു. പോളിസി ആൻഡ് ഡെവലപ്മെന്റ് ആണ് 11% ഉണ്ടായിരുന്നത്. സൊസൈറ്റി, അഡ്മിനിസ്ട്രേഷൻ, ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്, പിന്നെ ഈ പറയുന്ന പോലെ പ്രാക്ടീസ് 7, 6 അത്ര പെർസെന്റേജസ് ഒക്കെയാണ് വരുന്നത്. നേച്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ 4% ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഇതേ ഓർഡറിൽ പഠിക്കുന്നത്. നിങ്ങൾ ചിലർക്കൊക്കെ ഉള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് എടുത്തിട്ട് ഒന്നെണ്ണേ ഞാൻ പഠിച്ചു തുടങ്ങുള്ളൂ, ഇടയെന്നൊന്നും എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഞാൻ ഒന്നീന്നേ പഠിച്ചു തുടങ്ങുള്ളൂ എന്നുള്ള സംഭവമാണ്. അപ്പൊ ഈ ഒന്നീന്ന് പഠിച്ചു തുടങ്ങുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് യൂണിറ്റ് നേച്ചർ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അത് ഭയങ്കര ഫാക്ച്വലുമാണ്. നമ്മളിങ്ങനെ കുറെ ഫാക്ട് കാണാപ്പാടിരുന്ന് കുത്തിയിരുന്ന് പഠിക്കേണ്ട സംഭവമാണ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ള സമയം മുഴുവൻ നമ്മൾ ഭയങ്കര ഫ്രഷ് സ്റ്റാർട്ടൊക്കെ ആയിട്ട് വന്നായിരിക്കും, നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് യെസ് നെറ്റ് ക്രാക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വന്നായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഇരിക്കും. ഈ ഒരു മൊഡ്യൂൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൊത്തം എനർജി തീർന്നിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ബ്രെയിനിൽ കാണാപ്പാടം പഠിക്കാനുള്ള കുറെ സാധനം കുത്തി നിറച്ച് വെക്കും നമ്മൾ. ഓക്കെ, അപ്പൊ എന്താണ്, ഈ ഒന്നാമത്തെ മൊഡ്യൂൾ തീരുമ്പോൾ തന്നെ അത്യാവശ്യം സമയം പോയിട്ടുണ്ടായിരിക്കും. പിന്നെ 2, 3 ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ 5ാമത്തെ റിസർച്ച് മൊഡ്യൂളിലൊക്കെ എത്തുമ്പോഴേക്കും എക്സാമിന്റെ സമയമായിട്ടുണ്ടാവും. പിന്നെ 6, 7 നമ്മൾ നോക്കുക പോലും ഉണ്ടായിരിക്കില്ല ബേസിക്കലി. മനസ്സിലായോ? നിങ്ങൾ എന്ത് ചെയ്യുക, ഏതാണോ വെയിറ്റേജ് കൂടുതലുള്ള മൊഡ്യൂൾ അത് ആദ്യം കവർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കറിയാം ഒരു മൊഡ്യൂളിന്റെ ഈ മൊഡ്യൂൾ പഠിച്ചാലേ അടുത്ത മൊഡ്യൂൾ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു സംഭവം ഒന്നും വരുന്നില്ല. ബേസിക്കലി അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുമാണ് സോഷ്യൽ വർക്കിന്റെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏത് മൊഡ്യൂളിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതാണ് ചോദിക്കാൻ കൂടുതൽ ചോദ്യം വരുന്നത്, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ശരി. ഒന്നേനെ ഇരിക്കരുത്, ഓർഡർ വേണമെന്ന് ഒരു നിർബന്ധം നമുക്കില്ല. ഓക്കെ,
പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ അറിയാലോ, സിലബസ് വൃത്തിക്ക് നോക്കുക, ഏതൊക്കെ ഏരിയ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ തന്നെ ഏതൊക്കെ ഏരിയ ആണ് വൃത്തിക്ക് ചോദ്യങ്ങൾ വരുന്നത്, അപ്പൊ അത് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന യൂണിറ്റ്സ് ആക്കിയിട്ട് മാറ്റുക. ഇപ്പൊ നിങ്ങൾ ഞാൻ പറയട്ടെ, ഒരു പാർട്ടിയിലുള്ള ഒരു റിസർച്ച് നിങ്ങൾ ഭാഗം എടുത്തു, നിങ്ങൾക്ക് അതിൽ ഒരു പാർട്ട് എത്ര ആലോചിച്ചും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ടോപ്പിക് ആയിരിക്കും, കുറെ സമയം നിങ്ങൾ അതിൽ കളയണ്ട. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം നമ്മൾ സ്റ്റാഗ്നേറ്റഡ് ആവരുത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഒരു ടോപ്പിക് കിട്ടിയില്ലെങ്കിൽ ഇതിന്റെ വിത്തും വേരും മനസ്സിലാക്കിയിട്ട് ഞാൻ അടുത്തേക്ക് പോകുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധി കളയുക. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടോ, അതൊന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ചൊക്കെ കിട്ടുന്ന ഒരു ധാരണയായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പിന്നെ ഓവറായിട്ട് ക്ലാരിഫൈ ചെയ്ത് വൃത്തിക്ക് എനിക്ക് കിട്ടണം എന്നുള്ളൊരു വാശി പിടിച്ചിരിക്കരുത്. കാരണം നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങളെ കൊണ്ട് വൃത്തിക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഫാക്കൽറ്റീസിന്റെ ഗൈഡ് എടുക്കുക, മെന്റർഷിപ്പ് എടുക്കുക, എന്നിട്ട് അത് വൃത്തിക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതിന്റെ സമയം കളയരുത് എന്ന് പറയുള്ളൂ. നമ്മൾ ആ ഒരു ടോപ്പിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്ക് കിട്ടാവുന്ന കുറേ ടോപ്പിക്കുകൾ അവിടെ കിടക്കുന്നുണ്ട്, അത് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, ശരി. പേപ്പർ 1നും പേപ്പർ 2നും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. നമ്മൾ പേപ്പർ 2 മാത്രം പഠിച്ചിട്ട് നെറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ള സംഭവം നമുക്ക് പോസിബിൾ അല്ല. കാരണം പേപ്പർ 2ൽ ആ കൂടെ വരുന്ന 100 ചോദ്യമാണ്. 100 ചോദ്യം നിങ്ങൾക്ക് ശരിയായ പോലും 200 മാർക്കേ ആവുള്ളൂ. കാരണം JRFന്റെ കട്ട് ഓഫ് കിടക്കുന്ന 210 ആ റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. കട്ട് ഓഫ് 10, 15 ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പോ പേപ്പർ 2 മൊത്തം ശരിയായ പോലും നിങ്ങൾക്ക് എന്താവാൻ പറ്റില്ല, JRF എന്ന് എത്താൻ പറ്റില്ല നമുക്ക്. അപ്പൊ എന്ത് ചെയ്യുക, രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒരേപോലെ ഒരു സ്കിൽ ഉണ്ടാക്കി എടുത്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു അറ്റംപ്റ്റ് കുറച്ചും കൂടെ ഒരു നല്ല അറ്റംപ്റ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. PYQ അനാലിസിസ് മസ്റ്റ് ആയിട്ടും ചെയ്യണം. MCQs നമ്മൾ ടെസ്റ്റ് നടത്തണം. ഓക്കെ, PYQs എന്താണ് ചെയ്യണം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം കൊണ്ട് തന്നെ ഒരുപാട് പാറ്റേൺ ചേഞ്ച് ഒന്നും വരുന്നില്ലടാ. ഒരു 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 ബന്ധമില്ലാത്ത ഒരു പെട്ടെന്നൊരു സൂപ്പർവൈസറിൽ കുറെ പുതിയ ക്വസ്റ്റ്യൻസ് കയറി വരുന്ന, അല്ലെങ്കിൽ പുതിയ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം മാറ്റിയിട്ട് കുറെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് PYQ അനാലിസിസ് നിങ്ങൾ ചെയ്യേ. ഇപ്പൊ നമുക്ക് NTA എങ്ങനെയാണ് NTA ചോദ്യം ഫ്രെയിം ചെയ്യുന്നത്, അവരുടെ ചോദ്യത്തിന്റെ ഒരു ലെവൽ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. കുറെ പേർക്ക് പറ്റുന്ന ഒരു സംഭവം, അവർ ആദ്യമായിട്ട് NTA ചോദ്യം കാണുന്നത് നെറ്റ് എക്സാമിന് ഇരിക്കുമ്പോഴാണ്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NTA ലാംഗ്വേജ് നിങ്ങൾക്ക് വൃത്തിക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം എല്ലാ ഏജൻസിക്കും ഒരു ലാംഗ്വേജ് ഉണ്ടായിരിക്കും, അവർ യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ കോഡ് ഓഫ് ക്വസ്റ്റ്യനിങ്ങിന്റെ ഒരു സംഭവം ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറെയൊക്കെ നിങ്ങൾക്ക് വർക്കാവും. നിങ്ങളത് കുറെ PYQ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാവും, ഇത് എങ്ങനെയാണ് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യുന്നത് എന്നുള്ളത്. നമുക്ക് ഇപ്പൊ പറഞ്ഞു തരുന്നതിന്റെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചോദ്യങ്ങൾ വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ചോദ്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമായിരുന്നു. ഓക്കെ, ശരി. ഒരു ഫേസ് പ്രിപ്പറേഷൻ പ്ലാൻ പോലെ ഇട്ടതാണ്. ഒന്നുമില്ല, നമ്മൾ സിലബസ് ഈ പറയുന്ന പോലെ ഡിസംബർ സൈക്കിളിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സിലബസിന്റെ ഒരു ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഫുൾ റൗണ്ട് എപ്പോഴേക്ക് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു നവംബറിൽ നിങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. കുഞ്ഞു കുഞ്ഞു നോട്ട് ഉണ്ടാക്കി വെക്കുക. നോട്ട് ഇല്ലാതെ പഠിക്കുന്നത് ഈ നോട്ട് ആയാലും കുഴപ്പമില്ല, റിട്ടേൺ നോട്ട് ആണെങ്കിൽ ചിലർക്ക് കൺവീനിയൻസ് റിട്ടേൺ നോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഈ നോട്ട് ഉണ്ടാക്കുക. അപ്പൊ ഈ നോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും PDF ഡൗൺലോഡ് ചെയ്തിട്ട് അത് വായിക്കുക എന്നുള്ളൊരു സംഭവം നിങ്ങൾ എടുക്കരുത്. കാരണം എന്താ വെച്ചാൽ PDF എന്ന് പറയുന്നത് വളരെ ബൾക്കി ആയിരിക്കും. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള ഒരു ക്വിക്ക് നോട്ട് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാവർക്കും ഇങ്ങനെ വേണമെന്നില്ല. ചിലർക്ക് അങ്ങനെ റിവൈസ് ചെയ്യാൻ ക്വിക്ക് നോട്ടിൽ നിന്ന് ആവശ്യമില്ല. ഒരു വട്ടം പഠിച്ച് വായിച്ചു കഴിഞ്ഞാൽ തന്നെ കുറെ കാലം ബ്രെയിൻ കപ്പാസിറ്റി ഉള്ളവരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെ നമ്മൾ നിർബന്ധമില്ല. ഇതൊന്നും ഈ പറയുന്ന പോലെ ഒരു യൂണിവേഴ്സൽ അപ്രോച്ച് അല്ല. എല്ലാവർക്കും ഇത് വർക്ക്ഔട്ട് ആവും അങ്ങനെയൊന്നും ഇല്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും, അത് സ്ട്രെങ്ത് ആയിട്ട് പോകുന്നുണ്ടായിരിക്കും. ഇപ്പൊ അതല്ല എന്നെങ്കിൽ നമ്മൾ കുറച്ച് സജഷൻസ് ആണ് എപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. പറയുന്ന പോലെ നവംബറോട് കൂടിയൊക്കെ സിലബസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്വിക്ക് നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. അതായത് ഒരു PDF മൊത്തം വായിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഇടയിൽ നിന്ന് എന്തൊക്കെയാണ് ഒരു കൺസെപ്റ്റ് എന്ന് കണ്ടുപിടിക്കാനുള്ള സമയം ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് കിട്ടില്ല. ജസ്റ്റ് ആയിട്ട് കീവേഡ്സ് മാത്രം എഴുതി വെക്കുക. അപ്പൊ ആ കീവേഡ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം, എന്തായിരുന്നു ആ ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നുണ്ടായിരുന്നത് എന്നുള്ളത്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് ക്വിക്ക് നോട്ട്സ് ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക. PYQs സോൾവ് ചെയ്യുക. 2018 മുതൽ അതിന് മുന്നോട്ട് പോണത് സമയം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ സമയം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ അങ്ങോട്ട് ബാക്കിലോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. 2018 ഇങ്ങോട്ട് ചെയ്തു വരാതെ എന്ത് ചെയ്യുക, തൊട്ട് മുന്നത്തെ നടന്നു നോക്കുക, അതിന് മുന്നേ നടന്നു നോക്കുക. അങ്ങനെ അങ്ങനെ ബാക്കിലേക്ക് PYQs ചെയ്തു പോകാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ റീസെന്റ് വരുന്ന ആ ഒരു ട്രെൻഡിന്റെ മാറ്റം, അല്ലെങ്കിൽ എങ്ങനെയാണ് റീസെന്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. നമ്മൾ കുറെ മുന്നോട്ട് പോയിട്ട് ആ രീതിയിലൊന്നും ആയിരിക്കണം എന്നില്ല ഇപ്പൊ ചോദ്യങ്ങൾ വരുന്നുണ്ടായിരിക്കുക. കാരണം ഗ്രാജുവലി ചേഞ്ചസ് വരുമല്ലോ. അപ്പൊ അത് മനസ്സിലാക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഫൈനൽ പോളിഷ് നടത്തുക, മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരു സംഭവം മോക്ക് ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. മോക്ക് ടെസ്റ്റ് എവിടെയെങ്കിലും അവൈലബിൾ ആണെങ്കിൽ ചെയ്യുക. ഇനിയിപ്പോ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഭയങ്കര റിമോട്ടുള്ള ഒരു സ്ഥലത്താണ്, ഓൺലൈൻ ആയിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഓൺലൈൻ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. ഇനി അതും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും നമുക്ക് AI ഒക്കെ യൂസ് ചെയ്തിട്ട് കിട്ടും. അത്ര ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അതേ ലെവലിൽ കിട്ടില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പൊ അതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം മോക്ക് ടെസ്റ്റ് ഒക്കെ ഇതിന് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒട്ടും പ്രയോറിറ്റൈസ് ചെയ്യാത്തൊരു സംഭവമാണ്. ടെസ്റ്റ് എടുക്കില്ല നമ്മൾ
നമ്മളൊക്കെ പഠിച്ചിങ്ങനെ ബ്രെയിനിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്താണ് ചോദ്യം കാണുന്ന സമയത്ത് ഇതൊന്നും നമ്മുടെ ബ്രെയിനിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അവിടെ സ്വിച്ച് ഇടുമ്പോൾ ഇവിടെ ആയിരിക്കും ലൈറ്റ് കത്തുന്നുണ്ടായിരിക്കുക. ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ വെച്ചിട്ട് ഒരു കൺസെപ്റ്റിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കുറച്ചും കൂടെ. ഓക്കെ, ഇനി ഇത് ആക്ച്വലി എക്സാം ചെയ്യുന്ന സമയത്തുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് വല്ലാണ്ട് ഇതാവേണ്ട കാര്യമില്ല. എക്സാം സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ബേസിക്കലി പറഞ്ഞിട്ട്. ഒന്നുമില്ല, പേപ്പർ 1 പേപ്പർ 2 എത്ര ടൈം അലോക്കേറ്റ്, കാരണം ടൈം മാനേജ്മെന്റ് ഭയങ്കര മസ്റ്റ് ആണ് നമുക്ക്. അപ്പൊ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിന്റെ ഒരു കാരണം ടൈം മാനേജ്മെന്റും കൂടെയാണ്. ഈ 150 ചോദ്യം 3 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാൻ പലർക്കും പറ്റാറില്ല. പലർക്കും പറ്റാറില്ല എന്ന് മാത്രമല്ല, അപ്പൊ നമുക്കറിയാം നെഗറ്റീവ് മാർക്കും കൂടെ ഇല്ലാത്തതാണ്. അപ്പൊ നമുക്ക് 150 കുത്താനും ധൈര്യമായിട്ട് കുത്താം. പക്ഷെ എന്താണ്, നമുക്ക് അത്രയും സമയം കിട്ടുന്നില്ല. കാരണം കുറെയൊക്കെ ആലോചിച്ചിരുന്ന സമയം കളയും. സോ ബേസിക്കലി നമ്മളൊരു 3 മിനിറ്റ് റൂളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ ചോദ്യവും നമുക്ക് 3 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല. പക്ഷെ എന്താണ്, ഒരു കിട്ടാത്ത ചോദ്യമാണെങ്കിൽ പോലും മാക്സിമം ഒരു 2-3 മിനിറ്റ്, അതിനപ്പുറം നിങ്ങൾ ഇരിക്കരുത്. ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം പോകും. കിട്ടാത്ത ചോദ്യമാണെങ്കിൽ മാക്സിമം 2 മിനിറ്റ്, 2 മിനിറ്റാണ് പ്രിഫർ ചെയ്യുള്ളൂ. 2 മിനിറ്റിലും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അത് ആലോചിച്ച് കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അവിടെ ചെയ്യാനുള്ളത് ഗസ് വർക്ക് മാത്രമാണ്. നിങ്ങൾക്ക് ആ 2 മിനിറ്റ് കിട്ടിയില്ലേ പിന്നെ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്ത് കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുള്ള സമയം നമുക്ക് അവിടെ ഇല്ല, ടെൻഷൻ നിങ്ങൾക്ക് കൂടത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 2-3 മിനിറ്റ് മാക്സിമം, 2 മിനിറ്റാണ് പ്രിഫറബിൾ. അതിന്റെ ഉള്ളിൽ കിട്ടുന്നില്ലേ സ്കിപ്പ് അടിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ഒരു ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഗസ് വർക്ക് അവിടെ നടത്തിക്കോ. നിങ്ങൾ കുഴപ്പമില്ല, അടുത്ത ചോദ്യത്തിലേക്ക് പോയിരിക്കണം. അല്ലാതെ അതിൽ പിടിച്ച് കഴിച്ചു തൂങ്ങിയിരിക്കരുത്. പിന്നെ കുറെ പേർക്ക് പറ്റുന്ന ഒരു സംഭവമാണ് ഈഗോ. ഈഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ മാത്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, പേപ്പർ 1 ഏതെങ്കിലുമൊക്കെ മാത്സ് ഒക്കെ കാണുന്ന സമയത്ത്, പെട്ടിയൊക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ മാത്സ് ഭയങ്കര ഇഷ്ടമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ മാത്സിൽ അത്യാവശ്യം സ്കോർ ചെയ്യുന്ന മനുഷ്യരൊക്കെ ആയിരിക്കും. ഇവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചോദ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർ അവിടെ ഇരുന്ന് പോകും. അവിടെ ഇരുന്ന് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈഗോ അവിടെ പിന്നെ സമ്മതിക്കില്ല. ഞാനിത് എങ്ങനെ ഉത്തരം കണ്ടുപിടിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ളൊരു വാശി വരും. നമുക്ക് അതിനുള്ള സമയം അവിടെ ഇല്ല. നിങ്ങളുടെ ഈഗോനെ നമുക്ക് അവിടെ സബ്സൈഡ് ചെയ്ത് വെച്ചേ നമ്മൾ അവിടെ പറ്റത്തുള്ളൂ. കാരണം മാത്സിൽ ഒരുപാട് ചോദ്യങ്ങളില്ല, ആ കുറച്ച് ചോദ്യമേ ഉള്ളൂ. ആ കുറച്ച് ചോദ്യത്തിൽ നമ്മൾ ഉടക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഉത്തരം കിട്ടൂല. ചിലപ്പോൾ ഉത്തരം കിട്ടുമായിരിക്കും. ഒരു 20 മിനിറ്റ് ഒക്കെ ഇരുന്ന് നിങ്ങൾ കണക്ക് ചെയ്ത് ഒരു ഉത്തരം കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. ആ ഉത്തരം കൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് 20 മിനിറ്റിൽ ഒരു ഉത്തരം കിട്ടുന്നതാണോ, ആ 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഓരോ മിനിറ്റിൽ 20 ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണോ ഏറ്റവും നല്ല കാര്യം ഉണ്ടായിരിക്കാം. 20 ചോദ്യം അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു ഉത്തരത്തിന് അവിടെ പ്രത്യേകിച്ച് വാല്യൂ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എന്ത് ചെയ്യുക, കിട്ടുന്നില്ലേ വിടുക. മാത്സ് ആയിക്കോട്ടെ, നമുക്ക് അറിയുന്ന ഏരിയ ആയിരിക്കും, നമ്മൾ നല്ല വൃത്തിക്ക് പഠിച്ച ഏരിയ ആയിരിക്കും, എന്നാൽ പോലും കുഴപ്പമില്ല. 2 മിനിറ്റ് കിട്ടിയില്ലേ നിങ്ങൾ അത് വിട്ടോ, കുഴപ്പമില്ല. പാനിക് ആവാതിരിക്കുക. കാരണം നിങ്ങൾ പാനിക് ആയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. എന്തായാലും എക്സാം നടക്കും, എന്തായാലും റിസൾട്ട് വരും, കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. പിന്നെ നമ്മൾ വെറുതെ പാനിക് ആയിട്ട് ഇത് കൊളാക്കാം എന്നുള്ള സംഭവം മാത്രമേ അവിടെ ഉള്ളൂ. ചില്ലായിട്ട് എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കും. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് വിചാരിക്കും ഇതൊക്കെ വായ കൊണ്ട് പറയാൻ ഭയങ്കര സുഖമല്ലേ, അവിടെ ചെന്നിരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ അങ്ങനെയൊന്നും കരുതണ്ട. നമ്മളുടെ ആവശ്യമാണ് ഇത് ക്ലിയർ ചെയ്യുക എന്നുള്ളത്, അല്ലേ? നമ്മളാണ് അതിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള സംഭവം ഇടുക. ലാസ്റ്റ് 50 മിനിറ്റ്സ് ഇതൊന്നും എല്ലാവർക്കും പോസിബിൾ അല്ല കേട്ടോ. നിങ്ങൾ ഇങ്ങനെ പോവാവൂ ഇതിനൊന്നും എന്തായിട്ട് കാണരുത്, ഒരു സ്ട്രിക്റ്റ് ഗൈഡായിട്ട് നിങ്ങൾ കാണരുത്. ഇത് മാത്രമേ വഴിയുള്ളൂ, ഇങ്ങനെ ചെയ്താൽ മാത്രമേ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊന്നും നിങ്ങൾ കരുതരുത്. പറയുവാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അറ്റംപ്റ്റ് നിങ്ങൾ കൊടുത്തിരിക്കണം. 150 ചോദ്യം ഉണ്ടെങ്കിൽ 150 ചോദ്യം നിങ്ങൾ ഉത്തരം കുത്തിയിട്ടേ ഇറങ്ങാൻ പാടും. അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മുടെ സ്കോർ നടക്കുന്നത് അത്രയും മേലെയാണ്. 210 എന്നുള്ളൊരു സ്കോർ കിട്ടണമെങ്കിൽ നിങ്ങളുടെ 105 ചോദ്യമെങ്കിലും ശരിയാവണം. 150-ൽ 105 ചോദ്യം ശരിയാവണം. 105 ചോദ്യം ശരിയാവണം എന്ന് വെച്ചാൽ 150 കുത്തിയാൽ ഒരു 40-45 തെറ്റിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, 105 നിങ്ങൾക്ക് കിട്ടി അവിടെ. പക്ഷേ ഈ 40-45 തെറ്റണമെങ്കിൽ പോലും ഇങ്ങനെയാണ്. അപ്പൊ 100 കുത്തി കഴിഞ്ഞാൽ നമ്മൾ ജെആർഎഫ് കിട്ടില്ല. നമുക്ക് 100 കുത്തി കഴിഞ്ഞാൽ 100 ശരിയായാൽ പോലും നിങ്ങൾക്ക് 200 മാർക്കേ വരുള്ളൂ. ക്ലിയർ ആണോ പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് അറ്റംപ്റ്റ് വേണം, അറ്റംപ്റ്റ് എന്തായാലും വേണം. അപ്പൊ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റിലേക്ക് വെക്കാതിരിക്കുക. കാരണം ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് എല്ലാം കഴിഞ്ഞിട്ടില്ല, പിന്നെ വന്നിട്ട് കുത്താം, ഇത് ഡൗട്ടുള്ള ചോദ്യമാണെന്ന് വെച്ച് പോകും. പക്ഷെ എന്താ വെച്ചാൽ അതിനുള്ള സമയം നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആൻസർ മാർക്ക് ചെയ്തോ, എന്നിട്ട് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബ്ലാങ്ക് ആയിട്ട് വിട്ട് പോകരുത്. മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിത് പിന്നെ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുമ്പോൾ അത് സബ്മിറ്റ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ആ ആൻസർ കൺസിഡർ ചെയ്യും. ബ്ലാങ്ക് ആയിട്ട് കൂട്ടില്ല. മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ മാർക്ക് ചെയ്ത പോലെ തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് അതിൽ വേറൊരു കളറിൽ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ലാസ്റ്റിൽ സമയം കിട്ടുവാണെങ്കിൽ വേണമെങ്കിൽ വന്ന് റീചെക്ക് ചെയ്യാം, വേറെ ആൻസർ കൊടുക്കണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇനിയിപ്പോ അതല്ല, നിങ്ങൾ അങ്ങനെ റീചെക്ക് ചെയ്തിട്ടില്ലെങ്കിലും അവരെ ആൻസർ കൺസിഡർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇപ്പൊ നമ്മൾ പറയില്ല, 2 ഓപ്ഷൻ കൺഫ്യൂഷൻ ഉണ്ട്, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വരുമല്ലോ. 2 നമുക്ക് അല്ലാന്ന് ഉറപ്പാണ്, ബാക്കി 2 ഡൗട്ട് ഉണ്ട്, അങ്ങനത്തെ ഒക്കെ ചോദ്യമാണ് എന്തായാലും കുത്തിക്കോണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50-50 ചാൻസ്. അപ്പൊ ഒന്നുകിൽ ആ 2 ഓപ്ഷനിൽ ഒരെണ്ണം ശരി ഒരെണ്ണം തെറ്റുമാണ്. അപ്പൊ 50-50 ചാൻസ് ആണ് നമുക്കുള്ളത്. എന്തായാലും കുത്തിക്കോ. കാരണം ആ 2 അത് ശരിയാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും.
ക്ലിയർ ആണോ പറയുന്നത്? അപ്പൊ അങ്ങനത്തെ ഘട്ടങ്ങൾ ഇതൊക്കെ ആക്ച്വലി എക്സാം ടിപ്സ് ആണ് കേട്ടോ. നമ്മളത് എങ്ങനെ അതിനെ ആ ഒരു ചോദ്യത്തിന് അപ്രോച്ച് ചെയ്യണം എന്നുള്ള സംഭവമൊക്കെയാണ് വരുന്നത്. ഓക്കെ, അതാണ് ഇതിൽ ബേസിക്കലി പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോഴല്ല, ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് എക്സാമിനോട് അടുപ്പിച്ച് നമ്മൾ എക്സാം സ്ട്രാറ്റജി എന്നുള്ള സംഭവം പോലെ ചെയ്യേണ്ടതാണ്. പക്ഷെ ബേസിക്കലി ഒന്ന് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. കോമൺ മിസ്റ്റേക്സ് നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണ്. പേപ്പർ വണ്ണിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യരുത്. പേപ്പർ വണ്ണിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. നിങ്ങൾ എന്തായാലും ഒപ്പം നോക്കി വരണം. ഓക്കെ, പാസീവ് റീഡിംഗ് വിത്തൗട്ട് ടെസ്റ്റിംഗ് പഠിച്ചു വെക്കും. നമ്മൾ പറഞ്ഞ തന്നെ ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു ടെസ്റ്റ് പോലും എടുത്തിട്ടുണ്ടായിരിക്കില്ല. ചോദ്യം കാണുമ്പോഴായിരിക്കും ഇത് എന്താണ്, ഇത് എങ്ങനെ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ചിലപ്പോൾ കിട്ടിയില്ല. എല്ലാവരുടെയും കാര്യം പറ്റിയ ടെസ്റ്റുകൾ വൃത്തിക്കെടുത്തിരിക്കണം. കൺസ്യൂമിങ് ന്യൂ മെറ്റീരിയൽ ഫ്രീക്വന്റ്ലി കുറെ പേര് ചെയ്യുന്ന, ഇന്ന് ഞാൻ ബുക്ക് നോക്കി പഠിച്ചു, നാളെ ഞാൻ വിചാരിക്കും ഞാൻ യൂട്യൂബ് നോക്കി പഠിക്കാം, മറ്റന്നാൾ ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ ഒരു ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യാം, ഓൺലൈൻ നോക്കി പഠിക്കാം. ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യരുത്. തുടക്കത്തിലൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൽ ഒരെണ്ണം ഫിക്സ് ആക്കണം. ഫിക്സ് ആക്കിയിട്ട് ത്രൂ ഔട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ. ഇപ്പൊ നിങ്ങൾ ബുക്ക് നോക്കിയാണ് പഠിക്കുന്നത്, സെൽഫ് സ്റ്റഡി ആണെങ്കിൽ സെൽഫ് സ്റ്റഡി അങ്ങനെ പോവാം, മെന്റർഷിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ മെന്റർഷിപ്പ് എടുത്തിട്ട് പോവാം. ഇനി അതല്ല ക്ലാസ്സിൽ പോയിട്ട് അങ്ങനെ. പക്ഷെ ഏതാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്ന സംഭവം അത് അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി 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 കളിച്ചുകൊണ്ടിരിക്കുക. സ്കിപ്പിംഗ് റിവിഷൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഒരു വട്ടം വായിച്ചു വെച്ചു എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ എല്ലാം ഉണ്ടായിരിക്കണം എന്നില്ല. ജസ്റ്റ് അവസാനം നിമിഷം ഒന്നും കൂടെ വായിച്ചു വിടുക. ഒരു 2 ദിവസം പഠിക്കും, പിന്നെ ഒരാഴ്ചയ്ക്ക് 2 ദിവസം പഠിച്ചതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി നമ്മൾ സമയം മനസ്സിലല്ലേ, കുറച്ച് എഫക്റ്റീവ് ആയി കൂടിപ്പോയി പ്രൊഡക്ടിവിറ്റി 2 ആഴ്ച ശ്രമിക്കാം. അങ്ങനെ ചെയ്യാതിരിക്കുക. കൺസിസ്റ്റന്റ് ആയി പഠിക്കുക. കുറച്ചേ ഉള്ളെങ്കിൽ പോലും പഠിക്കുക. നമ്മുടെ ഇന്നിപ്പോ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടില്ല, നിങ്ങൾക്ക് ഭയങ്കര ഹെക്ടിക് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ഒരു പേജ് അല്ലെങ്കിൽ ഒരു ചെറിയ ടോപ്പിക് ആണെങ്കിൽ ഒരു ചെറിയ ടോപ്പിക് അതിന് നോക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുക. എന്തെങ്കിലും ചെറിയ ടോപ്പിക് ഞാൻ ഒട്ടും സമയം എനിക്ക് കൂടി ആ ചെറിയ ടോപ്പിക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഡെയിലി നിങ്ങൾ എന്തൊക്കെയോ വായിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ ലോങ് ബ്രേക്കുകൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അഡ്വാൻറ്റേജ് നമുക്കറിയാം, നല്ല അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്കോറിംഗ് വന്ന എനിക്ക് കഴിയൊന്നും ആയിട്ടില്ല. ഒരു ജസ്റ്റ് ഉണ്ടാവും. എന്റെ ചോദ്യം നമുക്ക് ഇപ്പോഴേ അറിയാലോ, നമുക്കറിയാം നെഗറ്റീവ് സ്കോറിംഗ് ഇല്ല. ധൈര്യമായിട്ട് കുത്തുക, ധൈര്യമായിട്ട് ആ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. സബ്ജക്ട് പേപ്പറിനാണ് മോർ ഫോക്കസ്. 150 ചോദ്യം ഉണ്ടെങ്കിലും 100 ചോദ്യത്തോളം നമ്മൾ പഠിച്ച സാധനം വരുന്നത്. ഒരു 50 ചോദ്യമാണ്, 50 ചോദ്യത്തിൽ കുറെയൊക്കെ നമുക്ക് അറിയുന്ന ഭാഗമാണ്. റിസർച്ച് ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എലിമിനേഷൻ ടാക്ടിക്സ് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഈ എലിമിനേഷൻ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യണം. ഇപ്പൊ 4 ചോദ്യം ഉണ്ടെങ്കിൽ അതിൽ 2 എന്തായാലും നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. വളരെ എന്താ പറയാ ബ്ലണ്ടർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും 2 ഉണ്ടായിരിക്കുക. അത് നിങ്ങൾക്ക് വെട്ടിക്കളയാൻ വേണ്ടി പറ്റണം. ബാക്കി 2 ശരിക്കും 4 ഓപ്ഷൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ കൺഫ്യൂഷൻ 2 ഓപ്ഷൻ തമ്മിൽ മാത്രമായിരിക്കണം. ബാക്കി 2 നിങ്ങളെ ബാധിക്കാനേ പാടില്ല. അങ്ങനെയാണ് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ആസ്പിറന്റ് ആണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് അങ്ങനെയായിരിക്കണം പോകുന്നുണ്ടായിരിക്കും. 4 ഓപ്ഷൻ എനിക്കില്ല, എനിക്ക് ആകെ 2 ഓപ്ഷനേ ഉള്ളൂ, ഇതാണോ അതാണോ, അല്ലെങ്കിൽ എനിക്ക് ഉത്തരം അറിയാം. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ 4 ഓപ്ഷനിലും കടന്ന് കളിക്കരുത്. ഇതാണോ 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 ഇതാണോ, അങ്ങനെ നമുക്ക് ഡൗട്ട് വരരുത്. ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പീറ്റഡ് ആയിട്ട് PYQ ചെയ്യണം, അല്ലെങ്കിൽ PYQ അനാലിസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കോർ ഏരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും PYQs MCQs അനലൈസ് ചെയ്യുക. ഓക്കെ, സോ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു കട്ട് ഓഫിന്റെ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോഷ്യോളജി അല്ലാണ്, സോഷ്യൽ വർക്കിനാണ്. ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് മാറിപ്പോയതാണ്. UGC നെറ്റ് ഡിസംബറിൽ കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫുകളാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെയാണ് വന്നത്. നമുക്കറിയാം ഇപ്പൊ ജൂണിന്റെ കട്ട് ഓഫ്സ് വന്നിട്ടില്ല, അതുകൊണ്ടാണ് അത് ആഡ് ചെയ്യാൻ പറ്റാത്തത്. സോ നോക്കിക്കാൻ നിങ്ങൾ അണ്ടർസോർഡ് കാറ്റഗറിയിലാണെങ്കിൽ കട്ട് ഓഫ് വരുന്നത് JRFന് 210 കട്ട് ഓഫ് വരുന്നത്. നെറ്റിനാണെങ്കിൽ 184, PhD 160 വരുന്നത്. ഡിഫറെന്റ് കാറ്റഗറീസിന് കൊടുത്തിട്ടുണ്ട്. OBC ആണെങ്കിൽ 202 JRFന് കട്ട് ഓഫ് വരുന്നത്. തേർഡ് ജെൻഡർ ആണെങ്കിൽ 122 വരുന്നത്. അതേപോലെ PWD കാറ്റഗറി ആണെങ്കിൽ 178, SC/ST 188 180 വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു കോമ്പറ്റീഷൻ പറയുന്നത് അവിടെയാണ് കിടക്കുന്നത്. നമ്മൾ മിനിമം അറ്റംപ്റ്റ് വെച്ചിട്ട് നമുക്കിത് ക്രാക്ക് ചെയ്യാന്നുള്ളൊരു സംഭവം ഇല്ല. ടോട്ടൽ കാൻഡിഡേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽ JRF ക്വാളിഫൈ ചെയ്തിരിക്കുന്ന 18 കാൻഡിഡേറ്റ്സ് മാത്രമാണ്. അപ്പൊ അത് ടോട്ടൽ കാൻഡിഡേറ്റ്സ് എണ്ണമാ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ അത്രയും കോമ്പറ്റീഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊരു യൂസ്ട്രസ് ആയിട്ട് എടുക്കുന്നത്, ഡിസ്ട്രസ് ആയിട്ട് എടുക്കരുത്, ദൈവത്തോർത്ത്. അപ്പൊ എന്താണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സംഭവമായിട്ട് എടുക്കുക. അപ്പൊ ഇത്രയും ഈ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം. ഈ കട്ട് ഓഫിന്റെ വളരെ റേഞ്ച് വ്യത്യാസമൊന്നും വരില്ല. ഒരു 210 215, ഈ ഒരു 200 ഇതിന് മുന്നത്തെ വർഷം 200, ഇതിന് മുന്നത്തെ പ്രാവശ്യം 208 206 ആയിരുന്നു JRFന്റെ കട്ട് ഓഫ് ജനറൽ കാറ്റഗറിയിൽ വരുന്നുണ്ടായിരുന്നത്. ഇപ്പൊ 205 215 ഇടയിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അത്ര ആ ഒരു സ്കോർ ആണെന്നുള്ളൊരു ഫിക്സ്ഡ് ഐഡിയ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ,
ജസ്റ്റ് ഒരു ചോദ്യം ഞാൻ ആഡ് ചെയ്താണ്, ഇത് നമ്മുടെ ലാസ്റ്റ് സ്ലൈഡാണ്, ഇതോടുകൂടി നമുക്ക് ഇതാക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഈ ഒരു ചോദ്യം നോക്കിക്കേ, പോസിറ്റിവിസം, എംപിരിസിസം, ഫംഗ്ഷണലിസം, മാർക്സിസം, ഇങ്ങനെ 4 കൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇപ്പുറത്തുള്ള സംഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സോ ബേസിക്കലി ഇത് ഭയങ്കര എളുപ്പമാണ്. ഇത് എളുപ്പമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല, നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ട് ഒക്കെ ആയിരിക്കും. ഇത് ഏത് വരും, എംപിരിസിസം എന്ന് പറയുന്നത് ഫാക്ച്വൽ ഇൻക്വയറി ആണോ, അതല്ല സോഷ്യലൈസേഷനും സൊസൈറ്റി നോംസ് ആണോ, ഡിസൈറബിൾ ആൻഡ് മെഷറബിൾ ബിഹേവിയേഴ്സ് ആണോ, അങ്ങനെ കുറെ ഡൗട്ട് വരും. പക്ഷെ ഇതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു കീവേഡ് എന്ന് പറയുന്നത് കാറൽ മാർക്സ് ആണ്. കാറൽ മാർക്സിനെ കുറിച്ചിട്ട് നമ്മൾ ബേസിക്കലി അറിയേണ്ടത്, കാറൽ മാർക്സ് പുള്ളി ഭയങ്കര ക്ലാസിനെ കുറിച്ചിട്ട് എപ്പോഴും സംസാരിക്കുന്ന ഒരാളാണ്. ക്ലാസ് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. ക്ലാസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും, ഒരു പ്രൊലക്ടറേറ്റിന്റെ ഒരു അവര് ഭരണം പിടിച്ചെടുക്കും. അത് കഴിഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി വരും, ക്ലാസ്സിലെ സൊസൈറ്റി വരും. ഇതൊക്കെയാണ് കാറൽ മാർക്സ് പറഞ്ഞു വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഈ കാറൽ മാർക്സിന് നിങ്ങൾക്ക് അറിയും, കാറൽ മാർക്സ് ക്ലാസ്, ഇങ്ങനെ ഒരു മാർക്സ് ക്ലാസ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ മാർക്സിന്റെ ആണ് ക്ലാസ് തിയറി എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഈ ഒരു ഒറ്റ ഉത്തരം കിട്ടിയാൽ മതി. മാർക്സിസം, അവയർനെസ് ഓഫ് വൺസ് ഓൺ ക്ലാസ് പൊസിഷൻ. ക്ലാസ്, അതാണ് അവിടുത്തെ കീവേഡ്. ബാക്കി ഒന്നും നിങ്ങൾക്ക് അറിയണ്ട. ആള് സൊസൈറ്റി നോംസിനെ കുറിച്ചോ മെഷറബിൾ ബിഹേവിയർ ആണോ ഫാക്ട് ആണോ ഒന്നും നിങ്ങൾക്ക് അറിയണ്ട. മാർക്സ് ആണ് ക്ലാസ് എന്നുള്ളൊരു ഐഡിയ ഉണ്ട്, കിട്ടിയിരിക്കും നിങ്ങൾക്ക്. പിന്നെ ബാക്കിയുള്ള ഒരു ക്ലാസിനെ കുറിച്ച് വേറെ ഏതെങ്കിലും തിയറിയിൽ മാർക്സിസ്റ്റിൽ അല്ലാത്ത ക്ലാസിനെ കുറിച്ച് പറയുന്നുണ്ടോ, അതിലൊന്നും ഇവിടെ തിയറിയില്ല. കാരണം അത്രയും കൺഫ്യൂസിംഗ് ആയിട്ട് ഒരിക്കലും UGC ചോദിക്കില്ല. കാറൽ മാർക്സിന്റെ ആണ് ക്ലാസ് തിയറി എന്നുള്ള എല്ലാവർക്കും അറിയാം. ആ ഒരൊറ്റ കണക്ഷൻ ഇവിടെ ഉള്ളൂ. D1 ആണെങ്കിൽ ഒറ്റ ഓപ്ഷൻ ഇവിടെ ഉള്ളൂ. ഈ ഒരൊറ്റ ഓപ്ഷനേ വരാനുള്ളൂ. സെക്കൻഡ് ഓപ്ഷൻ ആണ്. സെക്കൻഡ് ഓപ്ഷൻ മാത്രമേ വരാനുള്ളൂ, വേറെ ഒരു ഓപ്ഷനും അതിന്റെ ആൻസർ ആയിട്ട് വരാനില്ല. സോ നിങ്ങൾ മനസ്സിലായോ, ഇതൊക്കെ ടൈം മാനേജ്മെന്റിന്റെയും കൂടെ ഒരു ഭാഗമാണ്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് മാർക്സ് ആണ് ക്ലാസ് നമ്പർ ഒറ്റ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ, D1 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ ഓപ്ഷൻസ് വായിക്കണ്ട. പോസിറ്റിവിസം ഇതാണോ, എംപിരിസിസം ഇതാണോ, ഫംഗ്ഷനിസം ഇതാണോ എന്ന് ആലോചിച്ച് സമയം കളയണ്ട. അത്രയും സമയം നിങ്ങൾക്ക് അവിടെ ലാഭിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് എത്തുകയാണ് അല്ലെ. കുറെ സംഭവം ഉണ്ട്. അപ്പൊ ആക്ച്വലി ഒരു ലീഡ് മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് ഒരു ഇങ്ങനത്തെ ഒരു മാച്ച് ഫോളോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം പഠിക്കേണ്ട കാര്യമുണ്ട്, പഠിക്കണം. പക്ഷെ ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസറിൽ എത്താവുന്ന കൺസെപ്റ്റ് ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊരു PYQ ആയിട്ട് ചെയ്തതാണ്. ഒറ്റ PYQ ഞാൻ ആക്ച്വലി ആഡ് ചെയ്തിട്ടുള്ളൂ. സോ അപ്പൊ ഇറ്റ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോടാ, ജസ്റ്റ് ഒന്ന് പറയാവോ? ക്ലിയർ ആണോ? നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ ക്ലാസ്? ഒരു ഓറിയന്റേഷൻ പോലെയാണ് നമ്മൾ സെറ്റ് ആക്കിയത്. പക്ഷെ എന്താ, നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാടാ. കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ? നിങ്ങൾ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ആക്കിയോ? എന്താ നിങ്ങളുടെ അവസ്ഥ? ഇപ്പൊ ഏത് ഘട്ടത്തിലാണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സെഷൻ വെച്ചിരിക്കുന്നത്. സോ ഫീൽ ഫ്രീ ടു ആസ്ക്. എന്താണെങ്കിലും ചോദിച്ചോളൂ, എങ്ങനെയാണ് വരുന്നതെന്നോ അല്ലെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ ആണോ? മനസ്സിലായി സാർ. ഓക്കെ, വിസ്മയ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു വിസ്മയ. ക്രിസ്റ്റി സൂസൻ. ഓക്കെ, എന്താണ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായി തുടങ്ങിയോ? ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തവരാണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നവരാണോ, അതോ മുന്നേ ചെയ്തിട്ടുള്ളവരാണോ? നെറ്റ് കിട്ടിയിട്ട് JRF പ്രിപ്പയർ ചെയ്യുന്നവർ, നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയുമായിരുന്നെങ്കിൽ. ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നവരാണോ? സി, നെറ്റ് കിട്ടിയിട്ട് JRF ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. നെറ്റ് കിട്ടിയിട്ട് JRF നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കുറെയൊക്കെ മനസ്സിലാക്കുന്ന സംഭവം, നിങ്ങളുടെ ആ ഒരു അറ്റംപ്റ്റ് എത്രത്തോളം നിങ്ങൾ PYQ ചെയ്യുന്നതും അതേപോലെ അറ്റംപ്റ്റ് കൂട്ടുന്നതിനും കുറേ കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. കാരണം നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. നെറ്റ് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഒരു മുഷ്കിലല്ല, അല്ലെങ്കിൽ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. നെറ്റിന്ന് JRF കുറെ പേര് ആ ഒരു ലിമിറ്റിൽ വിട്ടു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ JRF കിട്ടുന്നവരുണ്ട്. ചിലവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വട്ടം നെറ്റ് കിട്ടും, 3-4 മിനിറ്റ് കിട്ടിയിട്ടും ഈ നെറ്റിന്ന് അങ്ങോട്ട് മേലേക്ക് പോകുന്നുണ്ടായിരിക്കില്ല. JRF ഇങ്ങനെ കിട്ടാതെ നിൽക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ എന്തോ, അതായത് നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല. കാരണം നിങ്ങൾക്ക് ഒട്ടും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നെറ്റ് കണ്ടിന്യൂസ് ആയി കിട്ടുന്നുണ്ട്, JRF കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഘട്ടമൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ അപ്രോച്ചിൽ എന്തോ ഒരു മാറ്റം വരുത്താനുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ വൃത്തിക്ക് PYQ നോക്കുന്നില്ല, അല്ലെങ്കിൽ അറ്റംപ്റ്റ്സ് കുറയുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു സംഭവമാണ് ഇത് എപ്പോഴും ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് കൂടുതൽ എഫേർട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് കൺസെപ്റ്റ് എവിടേക്കോ എന്തൊക്കെയോ അറിയാം, അല്ലാതെ നമുക്ക് ഇത്രയും നെറ്റ് കിട്ടില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ പറയും എന്തൊക്കെയോ കുത്തി അതുകൊണ്ട് നെറ്റ് കിട്ടി, അങ്ങനെയല്ല. നമുക്ക് ആ എന്തൊക്കെയോ കുത്താൻ അറിയണമെങ്കിൽ എന്തോ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. ബ്രെയിനിൽ എന്തൊക്കെയോ കണക്ഷൻസ് എവിടേക്കോ കിടക്കുന്നതുകൊണ്ടാണ്. മേ ബി ചുമ്മാ ക്ലാസ്സിലിരുന്ന് ചിലർ പറയും ഞാൻ പഠിച്ചിട്ടൊന്നല്ല എഴുതിയ, പക്ഷെ എനിക്ക് കിട്ടിപ്പോയി, കറക്കി കുത്തിയപ്പോൾ കിട്ടിയതാണ്. ഈ കറക്കി കുത്തുക എന്ന് പറയുന്നത് അവർ എണ്ണി കറക്കി കുത്തിയതൊന്നല്ല, ഒരു ലോജിക്ക് വെച്ച് കറക്കി കുത്തിയതാ.
നമുക്ക് തോന്നിയിട്ടുണ്ടാവും ഇതായിരിക്കാനാണ് ചാൻസ്. ഇതായിരിക്കാനാ ചാൻസ് എന്നുള്ളത് അവർക്ക് ഡെവലപ്പ് ആയത് മേ ബി അവർ ക്ലാസ് വൃത്തിക്ക് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും വായിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തപ്പോൾ അത് എവിടെയെങ്കിലും ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കും, ബ്രെയിനിൽ ഫീഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതാണ് ആക്ച്വലി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പൊ ഈ ഒരു 3-4 വട്ടം നെറ്റ് കിട്ടിയിട്ടും JRF-ലേക്ക് നിങ്ങൾ എത്തുന്നില്ല എന്നുള്ള സംഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീതിങ്ക് ചെയ്ത് നോക്കുക, എവിടെയാണോ സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്താനുള്ളത്, എന്താണ് ഒരു ഹിൻഡ്രൻസ് വരുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. സോ അത്രയാണ് ബേസിക്കലി വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു. പ്രിപ്പറേഷന്റെ ഭാഗത്താണെങ്കിലും അല്ലെങ്കിൽ സിലബസോ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നോ എക്സാമിന്റെയോ ലൈക് ആഫ്റ്റർ എക്സാം കിട്ടിക്കഴിഞ്ഞാൽ എന്താ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താണ് ചോദിക്കാൻ താല്പര്യം ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം. സെക്കൻഡ് ടൈം ആണ് ഫസ്റ്റ് ടൈം ഇപ്രാവശ്യം നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വിസ്മയ. ഫസ്റ്റ് ടൈം നമ്മൾ അറ്റംപ്റ്റ് ഓക്കെ, നമ്മളെ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് ആക്ച്വലി. ഫസ്റ്റ് ടൈം എങ്ങനെയാണ് എക്സാം എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. നമുക്ക് ഇവിടെ അറ്റംപ്റ്റ് ലിമിറ്റ് ഒന്നുമില്ല, നമുക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്രാവശ്യം എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒന്നും കൂടെ പിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സിലബസ് ഒക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ PYQs ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇത് രണ്ടും ചെയ്തിട്ട് ഒന്ന് നോക്കി നോക്കും എന്താണെന്നുള്ള. എന്തെങ്കിലും അസിസ്റ്റൻസോ അല്ലെങ്കിൽ ഹെൽപ്പോ വേണമെങ്കിൽ നമുക്ക് I+ ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കറിയാലോ I+ നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി അവൈലബിൾ ആണ്, സോഷ്യൽ വർക്കിന്റെ കോച്ചിങ് അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ, അതാണ്. ഇപ്പൊ വേറെ ഒന്നും ഇല്ലാന്ന് കരുതുന്നു. സോ നമുക്ക് എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്.